ആദ്യമായിട്ടൊരു സോറി പറയട്ടെ. ജിഷൻ മാഡത്തിൽ നിന്ന് സംസാരിക്കാൻ റെഡി ആയിരുന്നു. പക്ഷെ ഒരു യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ആൾക്ക് തലവേദന എടുത്തിട്ട് സംസാരിക്കാൻ പറ്റാത്ത ഒരു ഇതിൽ നിൽക്കാണ്. എന്തായാലും എന്നെ ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എൻ്റെ വൈഫ് ജിഷൻ മാഡം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് വളരെ ഒരു മുന്നേറ്റത്തോടു കൂടി തന്നെ ടീമിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. വീട്ടിൽ നിന്ന് കിട്ടുന്ന, പാർട്ട്ണറിൽ നിന്ന് കിട്ടുന്ന ആ സപ്പോർട്ടാണ്. എന്തായാലും ഇവിടെ ഷെയർ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഭാഗ്യവശാൽ ഇന്ന് സംസാരിക്കാൻ സാധിച്ചില്ല. പിന്നീട് ഒരു ദിവസം സംസാരിക്കുന്നുണ്ടായിരിക്കും. എന്റെ പേര് സജീവ് കുമാർ, കൊമ്പടിഞ്ഞാമക്കലാണ് വീട്. ഏറെ വർഷക്കാലമായി ആർസിമില് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം ബിസിനസ് ക്ലോസ് ചെയ്തപ്പോൾ 43 സ്റ്റാർ ആൻഡ് അബവ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എനിക്കും ഒരു സ്റ്റാർ എമറാൾഡ് ആവാനായിട്ട് സാധിച്ചു. വളരെ സന്തോഷം. കാരണം ആർസിഎം എന്ന ഈ ഒരു പ്രസ്ഥാനത്തില്, ഇത്രയും മഹത്തരമായ ഒരു പ്രസ്ഥാനത്തില് ഇന്ന് സ്റ്റാർ എമറാൾഡ് എന്ന ഒരു അച്ചീവ്മെന്റിലേക്ക് വരാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ വളരെ അഭിമാനകരം, സന്തോഷം. അതിനെന്നെ കാരണമാക്കിയത്, അല്ലെങ്കിൽ എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ അമ്മായി കൂടിയായ സുമമേടാണ് ആർസിഎം പരിചയപ്പെടുത്തിയത്. ഗിരിസാറിന്റെ ഒരു ക്ലാസ്സിലൂടെ, ഒരു ഹോം മീറ്റിംഗിലൂടെ ആർസിഎം എന്ന ഈ ഒരു പ്രസ്ഥാനത്തെ മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതിനു ശേഷം ഉൽപ്പന്നങ്ങള് കാര്യമായിട്ട് മനസ്സിലാക്കിയില്ല. ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്ന് മനസ്സിലായി, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണെന്ന് മനസ്സിലായി. അങ്ങനെ വാങ്ങിച്ചുപയോഗിച്ചപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നി. അന്ന് പലചരക്ക് കട നടത്തുകയായിരുന്നു, മരപ്പണി ചെയ്യായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആർസിഎം എന്ന പ്രസ്ഥാനത്തെ ഏറ്റെടുക്കുന്നതും ഉൽപ്പന്നങ്ങൾ കുറച്ച് ആളുകൾക്ക് പരിചയപ്പെടുത്താനായിട്ട് തുടങ്ങുന്നതും. ഉപയോഗിച്ച ആളുകളൊക്കെ ഒന്നടങ്കം പറഞ്ഞു, നല്ല ഉൽപ്പന്നങ്ങളാണ്, ക്വാളിറ്റി ഉൽപ്പന്നങ്ങളാണ്. ആർസിഎമ്മിന്റെ 3 അക്ഷരം എന്താണെന്ന് അറിയാത്ത ആളുകൾ പോലും ആർസിഎം സോപ്പ്, ആർസിഎം പേസ്റ്റ്, ആർസിഎം സോപ്പ് പൊടി, ആർസിഎം മുളക് പൊടിയൊക്കെ ചോദിക്കാൻ തുടങ്ങി, ലിസ്റ്റ് എഴുതാൻ തുടങ്ങി പലചരക്ക് കടയിൽ വന്നിട്ട്. അങ്ങനെ ഓർഡർ പ്രകാരം അവർക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവര് ആർസിഎം ഉൽപ്പന്നങ്ങൾ നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എനിക്ക് മാത്രമല്ല ഉപയോഗിച്ച ആളുകൾക്കൊക്കെ ഇത് നല്ല അഭിപ്രായമാണെങ്കിൽ ഇത് ക്വാളിറ്റി ഉൽപ്പന്നമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ തുടർന്ന് മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് റേറ്റിന് സാധനങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ ജോയിൻ ചെയ്തു. പിന്നീട് ഒരു സമയത്ത് എന്നെ ചാലക്കുടിയിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമില് നിർബന്ധപരമായിട്ട്, ഒഴിവുണ്ടായിരുന്നില്ല എന്നിരുന്നാലും നിർബന്ധമായിട്ട് ആ ചാലക്കുടി നടക്കുന്ന പ്രോഗ്രാമിന് വിളിച്ചു. അമ്മായിനെ പിണക്കണ്ടല്ലോ എന്ന് കരുതി അവിടെയും ഞാനും എൻ്റെ വൈഫ് ജിഷ മാഡം കൂടിയിട്ട് അവിടെ ആ ക്ലാസ്സിന് മനസ്സില്ല മനസ്സോടെ ഒരു മുണ്ടെടുത്തുകൊണ്ട്, ഒരു വെള്ളം ഉടുത്തുകൊണ്ട് ചാലക്കുടിയിലെ SNDP ഹാളിലേക്ക് ചെന്നപ്പോ എനിക്ക് തന്നെ ഒരു നാണായി. എന്താ കാരണം, അവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടുള്ള ആളുകളെ കണ്ടപ്പോ വലിയ വലിയ ആളുകളെ കൂട്ടത്തിലേക്കാണല്ലോ ദൈവമേ ഞാനൊരു സാധാരണക്കാരൻ ചെന്നിരിക്കുന്നത്. ആകെ ഞാൻ എണ്ണി ഏകദേശം 1000 പേര് പങ്കെടുക്കുന്ന ആ പ്രോഗ്രാമില് ഞാൻ കണ്ടത് ആകെ മുണ്ടെടുത്തുള്ള 3 പേരെയാണ്. അങ്ങനെ അവിടെ ചെന്നു. എന്തായാലും ചെന്നതല്ലേ, ഓടിപ്പോരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ക്ലാസ്സിന് ചെന്നിരുന്നു. അവിടെ അച്ചീവ്മെന്റ് പ്രോഗ്രാം ആയിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേജിലേക്ക് ഓരോ വ്യക്തികളും കയറി വന്നു. ഓരോരുത്തർ പരിചയപ്പെടുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അവിടെ ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന ആളുകള്, ബിസിനസ്മാൻമാര്, വക്കീലന്മാര്, എഞ്ചിനീയർമാര് എന്ന് വേണ്ട കൂലിപ്പണിക്കാരടക്കം ആ വേദിയിൽ ആർസിഎമ്മിന്റെ അച്ചീവ്മെന്റ് ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ, അവരുടെ അഭിപ്രായങ്ങൾ കണ്ടപ്പോൾ, അവരുടെ വേഷവിധാനങ്ങൾ കണ്ട് പേടിച്ച് നിന്ന എനിക്ക് മനസ്സിലായി, ഇതിൽ ഭൂരിഭാഗം ആളുകള് സാധാരണക്കാരാണ്.
പെയിന്റർ പറയുന്നു ഞാനൊരു എന്താണ് ഒരു റോയൽറ്റി അച്ചീവറാണ്, ഇത്ര വർഷമായി ആർസിമില്, ഇന്ന് നല്ല വരുമാനം മേടിക്കുന്നു. അങ്ങനെ ഓരോ മേഖലയിലുള്ള ആളുകളെ കണ്ടപ്പോൾ അതിൽ ഭൂരിഭാഗം സ്റ്റേജിൽ കോട്ടും സൂട്ടും ഇട്ട് നിൽക്കുന്ന ആളുകള് സാധാരണക്കാരാന്ന് മനസ്സിലാക്കിയപ്പോൾ സാധാരണക്കാര് മുതല് ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആളുകൾ പോലും ആ ഹാളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു കാര്യം തീരുമാനിക്കാൻ പറ്റി. കാരണം ഞാൻ വന്ന സ്ഥലം തെറ്റിയിട്ടില്ല, വന്ന പ്രസ്ഥാനവും തെറ്റിയിട്ടില്ല, എനിക്കും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ആർസിഎം എന്ന് ആ ഹോളിൽ ഇരുന്ന് മനസ്സിലാക്കി. ഞാനും വൈഫും മുഖത്തോട് മുഖം നോക്കി പിന്നെ അവിടെ നിന്ന് തീരുമാനം എടുത്തതാണ്. അന്ന് ആ ഹോളിൽ നിന്ന് തീരുമാനം എടുത്തതാണ്. നാളെ ഇങ്ങനൊരു ഹോളിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞാനും ആ സ്റ്റേജില് ഒരു അച്ചീവറായിട്ട് കയറും. ഞാൻ ഇതിലൂടെ വിജയിക്കും. എന്തിനാണോ ഞാൻ കാർപ്പൻ്റർ വർക്ക് ചെയ്തത്, എന്തിനാണോ ഞാൻ ഗൾഫിൽ 5 വർഷം പട്ടിയെ പോലെ പണിയെടുത്തിട്ടും ജീവിതത്തിൽ ഒരു നെട്ടോട്ടം ഓടിയിട്ടും ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റാതെ വീണ്ടും നാട്ടിൽ വന്ന് കാർപ്പൻ്റർ വർക്ക് ചെയ്തു, അതിന്റെ കൂടെ പലചരക്ക് കട നടത്തി. കാരണം ജീവിതത്തിൽ ഒന്ന് ആ ഒരു കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി രാവും പകലില്ലാതെ പണിയെടുത്തപ്പോ പൈസയൊക്കെ ഉണ്ടായി. പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങള് എന്റെ കുടുംബത്തില് അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവർക്കും പല ഡെലിവറി സമയത്ത് ഭാര്യയ്ക്കൊക്കെ ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങള് എന്റെ കുടുംബത്തിനെ താളം തെറ്റിച്ചു. ഞാനും അച്ഛനും പണിയെടുത്ത പൈസ ആശുപത്രി ചെലവിന് പോലും പോരാത്ത അവസ്ഥയിലേക്കായി. കടം മേടിക്കേണ്ടി വന്നു, ലോൺ എടുക്കേണ്ടി വന്നു. ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, രാവും പകലില്ലാതെ പണിക്ക് പോയിട്ടും പലചരക്ക് കട നടത്തിയിട്ടും നീർന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ആ അവസ്ഥയിലാണ് ആർസിഎം എന്റെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ വിട്ടില്ല. കാരണം അവിടെയൊന്നും കിട്ടാത്തൊരു നേട്ടം ആർസിഎമ്മിലൂടെ കിട്ടും എന്നുള്ളൊരു ബോധ്യം എനിക്ക് ആ ഹാളിൽ നിന്ന് കിട്ടി, ഗിരീഷ് സാറിന്റെ വാക്കുകളിൽ നിന്ന് കിട്ടി. അവിടെ പറഞ്ഞ പല ആളുകളുടെയും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഇവിടെ നങ്കൂരമിട്ടാൽ, ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാൽ സജീവ അവസാന കച്ചിത്തുരുമ്പാണ്, ഇതും കൂടി ഒന്ന് പരീക്ഷിക്കാം. കാരണം കുറെ പരീക്ഷിച്ചു, ഇതും കൂടി ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള ധാരണയില് ആർസിഎം ഏറ്റെടുത്തതാ. 2 വർഷം ജോലിയിലൊപ്പം. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുമ്പോ. രാവിലെ 8 മണിക്ക് കാർപ്പൻ്റർ വർക്കിന് ഇറങ്ങി വൈകിട്ട് 5 മണിക്ക് വന്ന് പലചരക്ക് കടയിൽ ഓർഡർ പ്രകാരം എത്തിക്കാനുള്ള പ്രൊഡക്റ്റുകൾ പാക്ക് ചെയ്ത് ഞാൻ വരുമ്പോഴേക്കും വൈഫ് പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്ത് ഒരു ചായ പോലും കുടിക്കാൻ സമയമില്ലാതെ പലചരക്ക് കടയിലോടും. അവിടെ ഓടി രാത്രി 11 മണി 11:30 വരെ ഓർഡർ പ്രകാരം ഹോം ഡെലിവറി ആണ്. അങ്ങനെ ഹോം ഡെലിവറി ചെയ്ത് വീട്ടിൽ വന്നു വീണ്ടും നാളെ ഇത് തന്നെയാണ് പണി, അല്ലെ? ഇത് തന്നെയാണ് വീട്ടില്, നാളെയും ഇത് തന്നെയാണ് വർക്ക്, വേറൊന്നുമില്ല. അപ്പൊ അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആർസിഎം കയ്യിൽ കിട്ടിയാൽ ഇനി എവിടെയാണ് സമയം, അല്ലെ? പല ആളുകളും ആർസിഎം കയ്യിൽ കിട്ടിയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, സമയമില്ല എനിക്ക്, അല്ലെ? ഇതൊക്കെ ആർസിഎം ഒക്കെ മനസ്സിലായി. സമയമില്ല ആളുകൾക്ക്, കേൾക്കാൻ പോലും സമയമില്ല. അപ്പോഴാണ് 8 മണി മുതൽ 5 മണി വരെ കാർപ്പൻ്റർ വർക്ക്, 5 മണിക്ക് ശേഷം 11:30 വരെ പലചരക്ക് കടയിൽ ഹോം ഡെലിവറി. ഈ വ്യക്തിക്ക് എവിടെയാണ് മീറ്റിങ്ങിന് പോവാൻ സമയം? ഞാൻ കണ്ടെത്തി. കാരണം പലചരക്ക് കടയിലൂടെയും കാർപ്പൻ്റർ വർക്കിലൂടെയും കിട്ടാത്തൊരു നേട്ടം, ആർസിഎമ്മിന്റെ ഒരു വിഷൻ തുടക്കത്തിൽ തന്നെ ചെറുതായിട്ടൊന്നും പിടുത്തം കിട്ടി. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? സമയം ഞാൻ കണ്ടെത്തി. എനിക്ക് സമയം ഉണ്ടായിട്ടല്ല ആർസിഎം ചെയ്തത്. ആർസിഎം ചെയ്താൽ നാളെ എനിക്ക് ഇന്നില്ലാത്ത സമയം ഉണ്ടാവുമെന്ന് എനിക്ക് ക്ലാസ്സുകളിലൂടെ ബോധ്യപ്പെട്ടു. ആർസിഎം, ഗുഡ് ആർസിഎം. ആളുകൾ പറയുന്ന ഒറ്റ കാര്യമാണ്, ഓടാണ്, നെട്ടോട്ടം ഓടാണ്. ആളുകൾ ആർസിഎം പറയുമ്പോൾ ഒറ്റ കാര്യമാണ് പറയുന്നത്, സമയമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എനിക്ക് സമയം ഉണ്ടായിരുന്നോ?
പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സമയമില്ലാതെ രാവും പകലില്ലാതെ നെട്ടോട്ടം ഓടിയിട്ടും നേടാൻ പറ്റാത്തൊരു കാര്യം ഇവിടെ ഇത്തിരി സമയം കണ്ടെത്തി കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ നാളെ RCM നമുക്ക് സമയം ഉണ്ടാക്കി തരും എന്നുള്ള സൂത്രവാക്യം ഇതില് ഞാൻ വെച്ചു. അങ്ങനെ മീറ്റിംഗ് ഒക്കെ പറയുമ്പോൾ പതുക്കെ പതുക്കെ മീറ്റിങ്ങിന് പോകാൻ തുടങ്ങി. മീറ്റിങ്ങിന് പോകാൻ തുടങ്ങിയപ്പോൾ ഇതുവരെ അച്ഛനെ കൊണ്ട് ഒരു വാക്ക് പോലും എനിക്ക് പറയേണ്ടി വന്നിട്ടില്ല. നീ എന്താടാ പണിക്ക് പോവാത്തെന്ന്, നീ എന്താടാ കുടുംബം നോക്കാത്തതെന്ന്, നീ എന്താടാ ഞങ്ങളെ നോക്കാത്തതെന്ന് ഇതുവരെ അച്ഛൻ എന്നോട് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥ. സ്കൂളിൽ പഠിക്കുമ്പോ പോലും പണിക്ക് പോയി തുടങ്ങിയതാ. സ്കൂളിൽ പഠിക്കുമ്പോ ശനി ഞായറുണ്ടെങ്കിൽ അന്ന് പോലും കാർപ്പൻ്റർ വർക്ക് പോയി കുടുംബത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി. അതുവരെ എന്റെ ജീവിതത്തില് ചോദിക്കാത്തൊരു കാര്യം എന്നെ വിളിച്ചു നിർത്തി അച്ഛൻ ചൂടായിട്ട് ചോദിച്ചു, നീ എന്ത് കണ്ടിട്ടാണ് കളിക്കുന്നത്? അച്ഛനത് കേൾക്കുന്നുണ്ട് ഇവിടെ. എന്ത് കണ്ടിട്ടാണ് കളിക്കുന്നത്? നീ ഭാര്യനും പിള്ളേരും പട്ടിണിക്കിടാനുള്ള പരിപാടിയാണോ? ഈ നിലയ്ക്ക് പോയാൽ ഇത് ഈ കുടുംബത്ത് നടക്കില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം? പണിക്ക് പോകാണ്ട് മീറ്റിങ്ങിന് പോവാ. പണിക്ക് പോവാതെ മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെ, ഉപ്പും മല്ലും മുളകും ഉപയോഗിച്ച് ഇതെങ്ങനെ നേട്ടം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് നീ പറയുന്നത്? എല്ലാവരും വല്ലതും പറഞ്ഞ് തുള്ളി നടന്നോ? ഇതാണ് അച്ഛൻ പറഞ്ഞത്. അവിടെ അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം അവര് പറയുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മൾ എന്തിനു ചെയ്യാതിരിക്കണം? നാളെ അച്ഛനും അമ്മയെയും ഭാര്യയെയും മക്കളെയും ഈ കുടുംബത്തിനെയും സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ കാര്യങ്ങൾ പഠിക്കാനാണ് ഞാൻ പോകുന്നത്. കുടുംബത്തെ രക്ഷിക്കാനാണ് പോകുന്നത്. കുടുംബത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള കാര്യങ്ങള് ബോധ്യപ്പെടാനാണ് പോകുന്നത്. അത് എനിക്ക് ബോധ്യമുള്ള ഒരു കാര്യം. അത് ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കുടുംബക്കാര്, അച്ഛൻ, അമ്മ, വീട്ടുകാര്, നാട്ടുകാര്, ബന്ധുക്കാര്, ഇവന് വേറൊരു പണിയും കിട്ടില്ല എന്നാണ് ചോദിച്ചത്. അമ്മാവനൊക്കെ വന്നിട്ട് എങ്ങനെ ഇതിലൂടെ വിജയിക്കാന്നാണ് പറയുന്നത്. പണിക്ക് പോവാതെ എങ്ങനെ വിജയിക്കാം? മീറ്റിങ്ങിന് നടന്നോ? ഇതൊക്കെയാണ് കുത്തുവാക്കുകള്. അവിടെയൊന്നും പതറിയില്ല. നമ്മുടെ മാർഗം യഥാർത്ഥ മാർഗമാണെന്ന് കാലം അത് തെളിയിക്കുമെന്ന് ഞാൻ എന്നോട് പറഞ്ഞു. എനിക്ക് സപ്പോർട്ടായിട്ട് വൈഫ് നിന്നു. വീട്ടുകാര് മോശക്കാരായിട്ടല്ല അങ്ങനെ പറയുന്നത്. കാരണം തെറ്റായ ഏതോ കാര്യത്തില് നമ്മൾ ചെന്ന് പെട്ടിരിക്കുന്നു എന്നാണ് അവര് ധരിച്ചിരിക്കുന്നത്, അല്ലെ? സാധാരണ ആളുകളുടെ ചിന്താഗതി എന്താണ്? സാധാരണക്കാരന്റെ ചിന്താഗതി പണിക്ക് പോവാ ജീവിക്കുക, പണിക്ക് പോവാ ജീവിക്കുക. സ്കൂളിൽ തന്നെയല്ലേ പഠിച്ചാണ്. ജോലിക്ക് പോകാൻ ജോലിക്കാരനാവണ്ടേ? പണിക്ക് പോവാ ജീവിക്കുക. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒന്ന് നോക്കാം. പണിക്കൊരു കുറവുമില്ല, പണിക്ക് പോവും. പക്ഷെ ആഴ്ചയിലൊരിക്കലും ഒരു മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കും. അവിടെയാണ് ഗിരീഷ് സാർ എന്ന മഹത് വ്യക്തിയുടെ മഹത്വം. എന്റെ മെന്ററായിട്ടുള്ള ഗിരീഷ് സാർ എന്ന മഹത് വ്യക്തിയായിട്ടുള്ള, ഇന്ന് റൈസിംഗ് കോർ ലീഡറായിട്ട് സ്റ്റാർ എമറാൾഡായിട്ട് നിൽക്കുന്ന ഗിരീഷ് സാർ, അദ്ദേഹത്തിന് മനസ്സിലായി സമയമില്ലാത്ത കുറച്ചാളുകളാണ് നെട്ടോട്ടം ഓടി കുടുംബത്തിന് വേണ്ടി പ്രാരാബ്ധമുള്ള ആളുകളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? RCMനെ പഠിക്കാനായിട്ട് അവർക്ക് പകല് മീറ്റിങ്ങിന് പോകാനോ ട്രെയിനിങ്ങിന് പോകാനോ സമയമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു 7 മണിയോടുകൂടി എന്റെ പലചരക്ക് കടയിലേക്ക് വരും. അദ്ദേഹം വന്ന് അവിടെ ഇരിക്കും, കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. എപ്പോഴാണ് പലചരക്ക് കട പൂട്ടുന്നത് നോക്കിയിട്ട്. അതിനുശേഷം രാത്രി 11 മണിക്കാണ് ഞങ്ങൾ 4 പേർക്ക് വേണ്ടി, ഞങ്ങൾ 4 പേർക്ക് എന്റെ പലചരക്ക് കട അടച്ചതിന് ശേഷം രാത്രി 11 മണിക്കാണ് സുഹൃത്തുക്കളെ ക്ലാസ് തുടങ്ങുന്നത്. RCMന്റെ ട്രെയിനിങ്. RCM എന്താണ്? RCMന്റെ കമ്പനി ഏതാണ്? ഇവിടെ നിന്നാൽ എങ്ങനെയാണ് ഇതിലൂടെ ഇങ്ങോട്ട് വരിക? ഇതിന്റെ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ എന്താണ്? രാത്രി 11 മണിക്ക് ആളുകൾ ചുറ്റുപാട് ഉറങ്ങിയിട്ടുണ്ടാവും. സുമ മാഡത്തിന്റെ വീട്ടില് 11 മണിക്ക് 4 പേർക്ക് ഗിരീഷ് സാറ് വന്ന് രാത്രി വന്ന് 12 1 മണിക്കാണ് ക്ലാസ് കഴിഞ്ഞിട്ട് ഗിരീഷ് സാറ് പോകുന്നത്. ഇന്ന്
ക്ലാസ് കേൾക്കാനോ ട്രെയിനിങ് കേൾക്കാനോ RCMല് കാര്യങ്ങള് ഒന്ന് മനസ്സിലാക്കാനോ എത്ര പേര് സമയമുണ്ട്? രാത്രി 11 മണിക്ക് തുടങ്ങിയ ക്ലാസ് 1:30 ഒക്കെ ആയിട്ടാണ് അവസാനിക്കുന്നത്. 1:30 കഴിഞ്ഞിട്ടാണ് ഗിരി സാർക്ക് വീട്ടിലേക്ക് വീണ്ടും 1 മണിക്കൂർ യാത്ര ചെയ്താലാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം എടുത്ത. അതാണ് ലീഡർഷിപ്പ്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ വ്യക്തികൾ പകല് പണിക്ക് പോകുന്ന ആളുകളാണ്, കുടുംബം നോക്കുന്ന ആളുകളാണ്. അവർക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് RC മനസ്സിലാക്കുന്നത്. തീയുണ്ട്, വിജയിക്കുന്നുള്ള തീവ്രമായ തീയുണ്ട്. പക്ഷെ അവർക്ക് സമയത്തിന്റെ കുറവുണ്ട്, പൈസയുടെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് അവർ പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ ആ ലീഡർ ചിന്തിച്ചു, ഞാൻ പഠിപ്പിക്കാൻ തയ്യാറാണ്. അരം പ്ലസ് അരം കിന്നരം അല്ലെ? ലീഡർ പഠിപ്പിക്കാനും തയ്യാറായി, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ വിജയത്തിൽ വിജയിക്കാനും തീരുമാനമെടുത്തു. അങ്ങനെയാണ് RCMന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. അതിൽ നിന്ന് പിന്നെ തുടങ്ങിയ ഒരു തേരോട്ടം പിന്നെ ഇന്ന് വരെ റെസ്റ്റ് ചെയ്തിട്ടില്ല. RCM തന്നെയാണുള്ളൂ. ഗിരി സാറ് പറഞ്ഞു, ആ സമയത്ത് ജോയിൻ ചെയ്തതിന് ശേഷം RCMല് 3 തരത്തില് നമുക്ക് RCM ഏറ്റെടുക്കാം. 3 തരത്തില്. വെറും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനായിട്ട്, ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങളാണ്, അത് ഉപയോഗിച്ചാൽ മനസ്സിലായിട്ടുണ്ട് നല്ല ഉൽപ്പന്നങ്ങളാണെന്ന്. വെറും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായിട്ട് നിൽക്കാം. ജോയിൻ ചെയ്തുകൊണ്ട് ഇത്ര ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. എന്ത് ചെയ്യാം? ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളായിട്ട് നിൽക്കാം. അതിന് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു ID നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റിന് സാധനങ്ങൾ കിട്ടും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നിങ്ങളുടെ കുടുംബത്തേക്കുള്ള സാധനങ്ങൾ മേടിക്കാം, നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടും. വേണമെങ്കിൽ അങ്ങനെ നിൽക്കാം. ഓപ്ഷൻ തന്നു അല്ലെ? ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഓപ്ഷൻ ഇല്ലെങ്കിൽ ആ എഴുതുന്ന ഉത്തരം പറയാൻ പറ്റില്ല. മറ്റത് കിടുക്കി കുത്തിയാലും ചിലപ്പോൾ എന്തായിട്ട് അത് ശരിയാവും. ഓപ്ഷൻ ഉണ്ടെങ്കിൽ. ഓപ്ഷൻ ഇല്ലെങ്കിൽ വയർക്കും. അദ്ദേഹം ലീഡറാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഓപ്ഷൻ തന്നു നമ്മളെ മനസ്സിലാക്കാനായിട്ട്. ഓപ്ഷൻ എന്താണ് തന്നത്? വെറും ഉപഭോക്താക്കളായിട്ട് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? RCMന്റെ ID എടുത്തിട്ട് ഇതിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. നല്ല ഉൽപ്പന്നങ്ങളാണ്, ആരോഗ്യം കിട്ടും. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇതിലൂടെ ബിസിനസ് ചെയ്യുന്ന കാറ്റഗറി ആണെങ്കിൽ, അതായത് ഇതിലൂടെ ഒരു വരുമാന മാർഗം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്ത് വേണം? മിനിമം ഒരു ഡയമണ്ട് ക്ലബ്ബ് 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ 5000 BV ചെയ്യുന്ന ആളായിട്ട് മാറണം അല്ലെ? ഗോപകുമാർ സാറ് പറഞ്ഞു, മിനിമം 5000 BV ചെയ്യാത്ത ഒരു വ്യക്തിയും RCM ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറയരുത്. കാരണം അവൻ ചെയ്യുന്നത് ബിസിനസ് അല്ല, വെറും ഉപഭോക്താവ്. മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കുന്ന പോലെ, മാർക്കറ്റിൽ നിന്ന് ഉപ്പും മല്ലിയും മുളകും മേടിക്കുന്ന പോലെ RCM നിന്ന് കുറച്ച് വില കുറച്ച് മേടിക്കുന്നു, നല്ല ഉൽപ്പന്നങ്ങൾ മേടിക്കുന്നു. അതാണ് അതിന് തത്വം. ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ മിനിമം ഡയമണ്ട് ക്ലബ്ബ് 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ 5000 BV ചെയ്യുന്ന ആളാണ് ബിസിനസ് ചെയ്യുന്ന ആളുകള്. ആരെങ്കിലും ഈ ഒരു ക്ലാസ് കേൾക്കുന്ന ആളുകള് മിനിമം 5000 BV ചെയ്യാത്ത ഒരാള് RCM ബിസിനസ് ആണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയരുത് കേട്ടാ, ദയവ് ചെയ്ത്. കാരണം RCM ബിസിനസ് അല്ല ചെയ്യുന്നത്. RCM ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ഇതിലൂടെ വരുമാനം തോത് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്ത് വേണം? മിനിമം ഒരു 5000 BV ചെയ്യുന്ന ആൾക്കാണ് അത് നേടാനായിട്ട് സാധിക്കുള്ളൂ, അദ്ദേഹം പറഞ്ഞു. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ അദ്ദേഹം പറഞ്ഞു, ഇനി സ്പീഡായിട്ട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഗുഡ് RCM സ്പീഡ് അച്ചീവ്മെന്റും സ്പീഡായിട്ട് വരുമാനം നേടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 25000 BVയും ചെയ്യാം. 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ 5000 BV, അതിനുശേഷം വരുന്ന മാസാവസാനം തികയുന്നതിന് മുന്നേ 20000 BV, അങ്ങനെ 25000 BV ചെയ്യാം. ഇത് 3 ഓപ്ഷൻ തരിക മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അതുകൂടി പറഞ്ഞു തന്നു. അതാണ് അതിന്റെ ഒരു ക്വാളിറ്റി.
അദ്ദേഹം പറഞ്ഞു തന്നു 5000 PV ചെയ്താൽ, അല്ലെ, വീട്ടിലേക്ക് സാധനങ്ങൾ ഉപയോഗിച്ചാൽ നമ്മുടെ വീട്ടിലത്തെ ഉപയോഗം മാത്രം നടക്കും. 5000 PV ചെയ്താൽ വീട്ടിലത്തെ ഉപയോഗം തുടക്കത്തിൽ കഴിഞ്ഞ്, അല്ലെ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ന്യൂട്രി സപ്ലിമെന്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ 5000 PV തികയാണ്ട് വരും. പക്ഷെ തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നല്ലാതെ ഉപയോഗിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ 5000 PV എന്ന് പറയുമ്പോൾ ഒരു 3000 PV വീട്ടിലേക്കും ഒരു 2000 PV 4 അയലക്കത്തും കുറച്ച് ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ കുറച്ച് ആളുകൾ പരിചയപ്പെടും RCM എന്താന്ന്. അവരിലൂടെ പതുക്കെ പതുക്കെ വീണ്ടും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും, സെയിൽ വരും, അത് പിന്നെ ബിസിനസ് ആയിട്ട് കൺവേർട്ട് ആവും. 25000 PV ചെയ്താലോ? 3000 PV നമ്മുടെ വീട്ടിലേക്ക്, 2000 PV അയലക്കത്ത് കൊടുത്തു, ബാക്കി 20000 PV മേശപ്പുറത്തോ പെട്ടിപ്പുറത്തോ നമ്മുടെ ഡിസ്പ്ലേ വാളിലോ ഉണ്ടാകും. അതെവിടെ കൊടുക്കും? അടുത്ത മാസം ടാർഗറ്റ് ചെയ്യണ്ടേ? അടിവയറ്റിന്നൊരു തീ വരും. കാരണം എന്താണ്? അത് കൊടുക്കാനുള്ള വ്യഗ്രത വരും. വ്യഗ്രത വരുമ്പോൾ 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും 10-ാമത്തെ വീട്ടിലും കൊടുത്തിട്ടും തീർന്നിട്ടില്ല. 11, 12, 13, 14, 15, 16, 20 വരെ എത്തിയിട്ടും വീണ്ടും പ്രൊഡക്റ്റ് ബാക്കി. 21, 22, 23, 24, 25 എന്ന് വേണ്ട, ആ പ്രൊഡക്റ്റ് തീരുന്നത് വരെ, ആ മാസത്തിനുള്ളില് ആ പ്രൊഡക്റ്റ് തീരുന്നത് വരെ ആ പ്രൊഡക്റ്റ് കൊണ്ടുപോയി ആളുകളെ പരിചയപ്പെടുത്തും. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിച്ചു? കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള അവസരം ഒരുങ്ങിയപ്പോൾ എന്ത് പറഞ്ഞു? പല ആളുകളും നല്ല ഉൽപ്പന്നങ്ങളാന്ന് പറഞ്ഞു, വീണ്ടും ആവശ്യക്കാരായി. ചില ആൾ ചോദിച്ചു, എനിക്ക് ചെയ്യാൻ പറ്റും അതുപോലെ. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. ഒരു ഐഡി എടുക്കുന്നു, പല ആളുകളും മീറ്റിങ്ങിന് വരുന്നു, പല ആളുകളും മീറ്റിങ്ങിന് വരുന്നില്ല. അങ്ങനെ പടിപടിയായിട്ട് ഈ ഒരു സംവിധാനം ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ 16 മാസം കണ്ടിന്യൂ 25000 PV, ഏകദേശം 10, 45,000, 50,000 ഉൽപ്പന്നങ്ങള് ജനങ്ങളിലേക്ക് എത്തിച്ചു, ഇടതടവില്ലാതെ. അല്ല, ഇന്ന് 5000 PV ചെയ്യാൻ പറയുമ്പോൾ ആളുകൾക്ക് കാലുമൊന്നൊരു വിറയാ. ഇന്ന് മിനിമെങ്കിലും 5000 PV ചെയ്യാൻ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാ. പക്ഷെ ഞാൻ ഏറ്റെടുത്തു. കാരണം ഞാൻ ആവശ്യക്കാരനായിരുന്നു. എനിക്ക് ഒരു 10 വർഷം കൊണ്ട് ഒരു 50,000 വരുമാനം കിട്ടിയാ പോരാ. നാളേക്ക് നാളെ കിട്ടിയാൽ അത്രയ്ക്ക് നല്ലതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയില് ഞാൻ എന്റെ മാക്സിമത്തെ എടുത്തു. ആലോചിച്ച് നോക്കണം. 16 മാസം കണ്ടിന്യൂ ചെയ്തു. 24-ാമത്തെ മാസം സാറ് പറഞ്ഞു 3 ലക്ഷം PV, എ സൈഡിൽ 3 ലക്ഷം PV, ബി സൈഡില് പോക്കറ്റിൽ 50,000. അതായിരുന്നു മുദ്രാവാക്യം. ഓരോ സ്റ്റേജിലും എങ്ങനെയാ വരുന്നതെന്നോ, എങ്ങനെയാ സംഭവിക്കുന്നതെന്നോ, എന്താണ് നടക്കാൻ പോകുന്നോ ഒന്നും അറിഞ്ഞില്ല. ലീഡേഴ്സിലുള്ള വിശ്വാസം, ഈ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസം, ഇതില് പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളിലും അവരുടെ അനുഭവങ്ങളിലുള്ള വിശ്വാസം, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് അറിഞ്ഞിട്ടല്ല. ഓരോ വേദികളിലും കയറി നിന്ന് പറഞ്ഞു, ഞാൻ സ്റ്റാർ പ്ലാറ്റിനം ആയിരിക്കും 24 മാസത്തിനുള്ളില്, അല്ലെങ്കിൽ ഞാൻ 2 വർഷത്തിനുള്ളില് സ്റ്റാർ പ്ലാറ്റിനം ആയിരിക്കും. എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 50,000-ന് മേലെ വരുമാനം വരുന്നോ അന്ന് എന്റെ പുതിയ കാറ് ഞാൻ ഇറക്കും പറയാണ്. എന്താ കാരണം? ഇത് ഇറക്കില്ല എന്ന് നോക്കിയിട്ടൊന്നല്ല. ഇറക്കും പറഞ്ഞു. എന്താ കാരണം? ഇതാരാ ഊർജം തന്നെ, ആരാ അറിവ് തന്നെ? ലീഡേഴ്സ്. അതുകൊണ്ട് ലീഡേഴ്സിനെ മറന്ന് കളിക്കുന്ന ആളുകൾക്ക് RCM ബിസിനസ്സില് വെറും കളിക്കളമായിട്ട് മാറും. കളിക്കളത്തിൽ നിന്ന് കയറാൻ പറ്റില്ല. കളിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ കളി കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല എന്നർത്ഥം. കളിച്ചുകൊണ്ടിരിക്കാം, പക്ഷെ ലീഡേഴ്സിനെ വിശ്വസിച്ച്, ലീഡേഴ്സിന്റെ വാക്ക് കേട്ട്, സിസ്റ്റം പാലിച്ച്, അടിയുറച്ച് അവര് പറയുന്ന രീതിയിൽ, അവര് പറയുന്നത് ഈ വഴിയിലൂടെ താണ്ടിയ വഴിയിൽ വന്ന അപകടങ്ങള്, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്ത കാര്യങ്ങള്, അതിനെങ്ങനെ തരണം ചെയ്ത് പോരാം, എങ്ങനെ ചെളിക്കുണ്ടില് താഴാതെ നമുക്ക് വിജയിക്കാം, ഇതാണ് പറഞ്ഞു തരുന്നത്. പല ആളുകളും അത് വിശ്വസിക്കാതെ വന്നാൽ ബുദ്ധിമുട്ടാവും. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകള് ഞാൻ മനസ്സാവാത ഏറ്റെടുത്തു. അത് പറഞ്ഞു. കറക്റ്റ് 24-ാമത്തെ മാസം
സ്റ്റാർ പ്ലാറ്റിനം എന്ന അച്ചീവ്മെന്റ് വന്നു. അതിന്റെ പിറ്റത്തെ മാസം 68,000 രൂപ RCM എന്നുള്ള വരുമാനം എന്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു. എന്താ കാരണം? അത് പറഞ്ഞത് മാത്രമല്ല, അതിനുവേണ്ടി പ്രയത്നിച്ചു. അതിനുവേണ്ടി വിജയിക്കാൻ പകലില്ലാതെ പ്രയത്നിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സംഭവിച്ചത്. സ്റ്റാർ പ്ലാറ്റിനം തുടങ്ങി അതിനുശേഷം ടീമങ്ങൾക്ക് ഒരു ഉണർവായി. അതിനുശേഷം അനേകം ആളുകള് ഫോളോ ചെയ്തു. അവരും പറഞ്ഞു ഞാനും 50,000 രൂപ വരുമാനം മേടിച്ച ഷൈൻ ബാബു സാറ്, സുന്ദരൻ സാറ്, ദാസൻ സാറ് പോലെയുള്ള പ്രഗത്ഭരായ, ബിജു സാറിനെ പോലെയുള്ള പ്രഗത്ഭരായ എന്റെ ടീം അംഗങ്ങള് ഞാൻ നിന്ന പോലെ തന്നെ ഉറച്ചു നിന്നു. അല്ലെ? ആരെങ്കിലും ഉറച്ചു നിന്നാലല്ലേ അതിന്റെ കൂടുതൽ 10 ആൾ ഉറക്കുള്ളൂ. അല്ലെ? ഒരാള് മുന്നിട്ട് നടക്കാനുണ്ടെങ്കിൽ 1000 പേര് 10,000 പിന്നിൽ വരും. മുന്നിട്ട് നടക്കാനാണ് ആളുകളില്ലാത്തത്. സമൂഹത്തിൽ നോക്കിക്കോ, നേതൃത്വം വഹിക്കാനാണ് ആളുകളില്ലാത്തത്. അങ്ങനെ ആളുകൾ ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാനാവാ നേതൃത്വം വഹിക്കുന്ന ആള്. ഓരോരുത്തരും ഇത് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്ക, ഞാനായിരിക്കണം നേതൃത്വം വഹിക്കേണ്ടത്, ഞാനായിരിക്കണം ലീഡർ, ഞാനായിരിക്കണം തുടങ്ങേണ്ട ആള്, ഞാനായിരിക്കണം എന്തെങ്കിലും ചെയ്യേണ്ട ആള്. അല്ലാതെ ആരെങ്കിലും ചെയ്താൽ ഞാൻ ചെയ്യുന്നല്ല. മൂർത്തി സാർ പറയാറുണ്ട്, ആരെങ്കിലും ചെയ്താൽ അതിന്റെ കൂടെ ഞാൻ ചെയ്യുന്നല്ല, ആരും ചെയ്താലും ഞാൻ ചെയ്യും, ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ആദ്യം ചെയ്യും. JRCയും ആ തീരുമാനം ഏറ്റെടുത്തു. ഇന്ന് കൊമ്പടി നാമക്കലിൽ നന്മ എന്ന നല്ലൊരു ഷോപ്പ് ബിജു സാറിന് കൊണ്ടുവരാൻ സാധിച്ചു. ആ ഷോപ്പ് മുഖാന്തരം ഇന്ന് കേരളം കണ്ടിട്ടില്ലാത്ത തരത്തില് ശിങ്കാരി മേളത്തോടു കൂടി അവിടെ ഒരു നഗരപ്രദക്ഷിണം പോലീസിൽ സാങ്ഷൻ എടുത്ത് നഗരപ്രദക്ഷിണത്തോടു കൂടി 150ഓളം പേര് അണിനിരന്നുകൊണ്ട് കൊമ്പടിയില് ഒരു ജാഥയോടുകൂടി ഡോക്ടർ രാജ സാറിന്റെയും മൂർത്തി സാറിന്റെയും ക്ലാസ് നടത്തിയോടുകൂടി ചിത്രം മാറി. ആളുകൾ പുച്ഛിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. ചിത്രം മാറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ആ കൊമ്പടിയിലത്തെ ആളുകളൊക്കെ താലം വെച്ച് സ്വീകരിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ചിത്രം മാറിയത് കളിയാക്കൽ കൂടി എന്നർത്ഥം. ചിത്രം മാറിയത് കളിയാക്കൽ കൂടി, അല്ലാണ്ട് നിലവിളക്ക് വെച്ച് സ്വീകരിച്ചതല്ല. ചിത്രം മാറിയത് കളിയാക്കൽ കൂടി. മോനെ, കൊമ്പടിയില് ഈ പരിപ്പ് വേവില്ല എന്ന് പറഞ്ഞു ഞങ്ങളോട്. ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പലചരക്കടയിൽ കണ്ട പരിപ്പല്ല സുഹൃത്തെ, ഇത് RCMന്റെ പരിപ്പ, ഇത് ഞങ്ങൾ വേവിച്ച് കാണിച്ച് തരാം, അന്ന് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. ഒരു 5-6 മാസം മുന്നേ കൊമ്പടി നാമക്കലില് പാരിഷ് പള്ളി ഹാള് ഏകദേശം 40,000-ന് മേലെ അവിടുത്തെ ആ ഹോളിന്റെ വാടക, AC ഹാള് ഉദ്ഘാടനം ചെയ്യുന്ന അതിന്റെ 2 ദിവസം മുന്നേ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തു. ആ ഉദ്ഘാടനം ചെയ്ത് 2 ദിവസത്തിനുള്ളില് ആദ്യത്തെ ഏകദേശം 550 പേരെ പങ്കെടുപ്പിച്ച് ഗോപകുമാർ സാറിന് കൊമ്പടി കിടുങ്ങുന്ന തരത്തില് മുന്നേ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അടുത്ത് നടന്ന ഒരു കാര്യമാണ്, പുതിയ ഹാളിൽ ആദ്യത്തെ RCMന്റെ മീറ്റിംഗ്. അപ്പോൾ കൊമ്പടിക്ക് മനസ്സിലായി ഈ പരിപ്പ് കൊമ്പടിയിൽ വേവിച്ചു തുടങ്ങി. ഈ പരിപ്പ് എമറാൾഡ് 2 ആളായി, പക്ഷെ പരിപ്പ് എന്തോന്ന് ആളുകൾക്ക് അറിയില്ലല്ലോ. പക്ഷെ 550 പേര് കടൽ കൂടുതൽ അടങ്ങിയ പോലെ കൊമ്പടിയിലത്തെ AC ഏറ്റവും വലിയ ഹാളില് RCM മീറ്റിംഗിൽ തിങ്ങി നിറഞ്ഞ് ഇരിക്കാൻ പോലും സ്ഥലമില്ലാതെ ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ കൊമ്പടിയില് RCMന്റെ പരിപ്പ് വേവിച്ചു തുടങ്ങി എന്ന് മനസ്സിലായി. ഇന്ന് ബിജു സാറിന്റെ ഷോപ്പിലൊക്കെ വന്ന് ആളുകൾ ജോയിനിങ് എടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് RCM ഏറ്റവും സുന്ദരമായ ബിസിനസ്സാണ്. ഇതിനെ സുന്ദരമാക്കുന്നത് RCMന്റെ പ്രവർത്തകരാണ്. അല്ലെ? നമ്മളിലൂടെയാണ് RCM പ്രചരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ RCMനെ കാണുന്നത് അതേപോലെ ആയിരിക്കും RCMല് എന്താണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ RCM എന്ന ഈ ഒരു പ്രസ്ഥാനത്തെ അവനവനാണ് മനസ്സിലാക്കേണ്ടത്. അവനവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവര് നമ്മളിലൂടെ മനസ്സിലാക്കും. നമ്മൾ മോശമായിട്ടാണ് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ RCM ആ പ്രദേശത്ത് മോശമാണ്. JRCM ഗുഡ് RCM.
ഒരു ഷോപ്പ് മോശമായ രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ RCM ആ പ്രദേശത്ത് മോശമാണ്. RCMില് ഒരു വ്യക്തി RCMില് വന്നിട്ട് വീണ്ടും കൂലിപ്പണിക്ക് പോവുകയാണെങ്കിൽ RCM ആ വ്യക്തിയിലൂടെ മോശമാണ്. അതുകൊണ്ട് RCM നല്ലതാവുന്നത് നമ്മൾ ഓരോരുത്തരിലൂടെയാ. അതുകൊണ്ട് RCMനെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തില് വിജയിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും കടമയാണ്. അതുകൊണ്ട് അങ്ങനെ അനേകം ആളുകള് അണിനിരന്നു, അനേകം ഷോപ്പുകൾ വന്നു. ഇന്ന് മുന്നത്തെ കത്തലൊക്കെ കാണാണ്ടായപ്പോൾ പല ആളുകളും ചോദിച്ചു, എന്താണ് പല ലീഡേഴ്സ് തമാശക്കാണ് ചോദിച്ചത്, എന്നിരുന്നാലും കൊമ്പടിയിൽ ആദ്യത്തെ മാതിരി ബിസിനസ് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറെ തെയ്യൊക്കെ വെച്ചിക്കാണ്. ഏത് ഒരു പറമ്പില് കൃഷി ചെയ്യുമ്പോ വാഴക്കന്ന് വെക്കുമ്പോഴേക്കും കൊല വരില്ലല്ലോ. വാഴക്കന്ന് വെച്ചിരിക്കാണ്, വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫലം ഒരു സമയത്ത് ഞങ്ങൾ കാണിച്ചു തരും, വേര് പിടിക്കുന്നുള്ളോ. മാർച്ചില് ചെറുതായിട്ടൊന്ന് കാണിച്ചു. അപ്പോഴാണ് സ്റ്റാർ ആൻഡ് അബവ് 43 അച്ചീവ്മെന്റ്. ബിഗിനർ ആൻഡ് അബവിന്റെ കണക്ക് കിട്ടിയില്ല, ആ കണക്ക് ഇവിടെ പറയുന്നില്ല. ഇതെങ്ങനെ സംഭവിക്കും? സംഭവിക്കുന്നതിന്റെ വേറൊന്നല്ല, കൃത്യമായി ലീഡേഴ്സ് എന്താണോ പറയുന്നത് അതാണ് ഞാൻ ടീമിലേക്ക് കൊടുത്തിട്ടുള്ളൂ. അത് ടീമിൽ പാലിക്കുന്നവരുണ്ട്, പാലിക്കാത്തവരുണ്ട്, കേൾക്കുന്നവരുണ്ട്, കേൾക്കാത്തവരുണ്ട്, പുച്ഛിക്കുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. അതൊന്നും നോക്കിയില്ല. ഞാൻ നോക്കിയത് എന്റെ കൈകളിലേക്ക് ലീഡേഴ്സ് തന്ന ആ സിസ്റ്റം, TCG പറയുന്ന ഈ ജനനന്മയുള്ള ഈ സിസ്റ്റം 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങളായി ഈ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്കുള്ള ഒരു സിസ്റ്റം, ഓരോ കുടുംബത്തിനും കൈത്താങ്ങാവുന്ന ഈ സിസ്റ്റം, ഓരോ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ മരവിച്ചു നിൽക്കുന്ന ആ സാഹചര്യത്തിൽ അവന്റെ സ്വപ്നങ്ങള് യാഥാർത്ഥ്യമാകാവുന്ന ഈ ഒരു സിസ്റ്റം എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലായി. ഈ സിസ്റ്റം സിസ്റ്റമായി തന്നെ ഒന്നും വെള്ളം ചേർക്കാതെ കൊടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. തെറ്റായിട്ട് ചിലപ്പോൾ പലതും സംഭവിച്ചിട്ടുണ്ടാവും, അതറിയാതെയാണ്. അറിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടീമിന് ഒരു തരി വിഷം കൊടുത്തിട്ടില്ല എന്നർത്ഥം. അറിഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ ഞാൻ വിഴുങ്ങിയിട്ടുള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വിഴുങ്ങിയിട്ടുള്ളൂ, നമ്മൾ സഹിച്ചാൽ മതിയല്ലോ. പക്ഷെ ടീമിന് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ട്, ഒരു ചങ്കുറപ്പുള്ള സിസ്റ്റം പാലിക്കുന്ന ഒരു ടീം, ഒരു കൂട്ടായ്മ വളർന്നു. ഉറച്ചു നിൽക്കുന്ന, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ട്രെയിനിങ്ങൾ കൊടുത്തു. ഗിരി സാറ് വന്ന് ഇവിടെ ട്രെയിനിങ്ങൾ തന്നു. ഗിരി സാറിൽ നിന്ന് പഠിച്ചു, ഗിരി സാറിന്റെ കൂടെ പോയി ഹോം മീറ്റിങ്ങുകൾ എടുക്കാൻ പഠിച്ചു. എന്ന് വേണ്ട, ഡോക്ടർ രാജ് സാറിന്റെയും മൂർത്തി സാറിന്റെയും ഏതൊക്കെ ലീഡേഴ്സ് ഉണ്ടോ അവരെയൊക്കെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. തുടക്ക സമയത്ത് കോഴിക്കോടല്ല, തിരുവനന്തപുരത്തല്ല, എവിടെ വേണമെങ്കിലും. ബിജു സാറിന് ആദ്യമായിട്ട് കൊണ്ടുപോയത് തിരുവനന്തപുരത്തെ ക്ലാസ്സിനാ. ആദ്യത്തെ ക്ലാസ് ബിജു സാറിന്റെ തിരുവനന്തപുരത്തെ ക്ലാസ്സിനാ. തൊട്ടടുത്തൊരു ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആളുകൾക്ക് 1 കിലോമീറ്റർ ഉണ്ടല്ലോ എന്നും. JRC മുട്ടാർസി എവിടെയാണ് മെന്റാലിറ്റി മാറുന്നത്? കേരളത്തിൽ എവിടെ ക്ലാസ് ഉണ്ടോ? കേരളത്തിൽ മാത്രമല്ല, ബാംഗ്ലൂർ പോയ കഥ നിങ്ങൾ ഈ മൂർത്തി സാറ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ബാംഗ്ലൂർ ഒരു ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു, പലചരക്കിലെ സാധനങ്ങൾ കൊടുത്തു വന്നപ്പോൾ ഇവിടുത്തെ ലീഡേഴ്സ് എല്ലാവരും പോയി, മൂർത്തി സാർ അടക്കമുള്ള. അപ്പൊ മൂർത്തി സാറ് വിചാരിച്ചു, പുതിയ ആളാണല്ലോ, എങ്ങനെ ബാംഗ്ലൂർ വരും? ഭാഷ അറിയില്ല, ഒരു വസ്തു അറിയില്ല, എങ്ങനെ ബാംഗ്ലൂർ വരുന്നു? മൂർത്തി സാറ് ഗിരി സാറിന് പറഞ്ഞു, ഇനി സജീവ് വരാൻ സാധ്യതയില്ല, വരുന്നു, വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞു. നമ്മൾ വിടോ? നമുക്ക് കിട്ടിയ കച്ചുതുരുമ്പല്ലേ, നമുക്ക് മനസ്സിലായ കച്ചുതുരുമ്പല്ലേ. അവിടെ ലീഡേഴ്സ് വെളുപ്പിന് കാലത്ത് അവിടെ ഹോള് തുറന്നെത്തുന്നതിന് മുന്നേ അതിന്റെ 1ാമത്തെ നിലയില് ലീഡേഴ്സിന് നോക്കി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾക്ക് വിജയിക്കണം, എനിക്ക് വിജയിക്കണം, എൻ്റെ കുടുംബത്തിന്. ഇന്ന് ഞാൻ അനുഭവിച്ച അനുഭവം എൻ്റെ കുടുംബം അനുഭവിക്കരുത്. പൈസ ഇല്ലായ്മ കൊണ്ട്, ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആശുപത്രിയിലെ വരാന്തയില് കരഞ്ഞിട്ടുള്ള നിമിഷങ്ങളുണ്ട്. കരഞ്ഞത് വേറെ ഒന്നിനല്ല, അമൃത ഹോസ്പിറ്റലില് അമ്മയ്ക്ക് ശ്വാസം മുട്ടായിട്ട് ചെന്ന്
അവിടെ ICUവിൽ 19 ദിവസം കിടന്ന് കുടുംബം വിൽക്കേണ്ട ഒരു അവസ്ഥയിൽ വരെ വന്നപ്പോൾ അവിടെ നിന്ന് വരുന്ന ബില്ലിനെ പ്രതി അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നല്ല, അല്ല, ഏറ്റവും നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടർമാരാണ് പരിചരിക്കുന്നത്. ദൈവം എന്താണ് വിധിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ജീവൻ ഒരു കോട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ കരഞ്ഞത് എന്തിനാണെന്ന് അറിയോ സുഹൃത്തുക്കളെ? കരഞ്ഞത് രാവും പകലില്ലാതെ കണ്ണീര് വാർത്ത് കഴിഞ്ഞത് നാളത്തെ ബില്ല് എത്രയാണോ വരുന്നത് ദൈവമേ, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ, പൈസ ഇല്ലാത്തതിന്റെ പേരിൽ സഹായിക്കാൻ പറ്റുമെന്നവരാരും സഹായിച്ചില്ല. ആരെ സഹായിക്ക? തകർന്നു നിൽക്കുന്നവനെ സഹായിക്കാൻ ആരുണ്ടാവും? ഏത് പട്ടിണ്ടാവും? ഒരാളുണ്ടാവില്ല. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് RCM എന്ന ഈ കച്ചിത്തുരുമ്പ് കിട്ടിയപ്പോൾ ഞാൻ അതിന് മുറുക്ക് പിടിച്ചു. പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട്, സജീവ് സാറിന് എവിടെ എന്തുകൊണ്ടായി എനർജി? അല്ല, സ്റ്റേജ് ചവിട്ടി പൊളിക്കുന്ന ആള് ആകെ തരംഗാക്കുന്നു, സൗണ്ട് കൂടുതലാണ് ചില ആളുകൾ. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ മയക്കര സൗണ്ട് കുറച്ചോ, സജീവിന്റെ സൗണ്ട് സജീവ് കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു പല മീറ്റിങ്ങിനും. ചില ആൾക്ക് സൗണ്ട് കൂടുതലാണെങ്കിൽ ആംപ്ലിഫയർ കുറച്ചോട്ടെ, പക്ഷെ സജീവിന്റെ ആംപ്ലിഫയർ കുറയ്ക്കാൻ പറ്റുന്നതല്ല. കാരണം അത്രയ്ക്കും ഉള്ളിൽ തീയായിട്ടാണ് നിൽക്കുന്നത്. തീ, വിജയിക്കാനുള്ള തീവ്രമായ തീ. RCMൽ വിജയിക്കാൻ വേറെ ഒരു മോട്ടിവേഷനും വേണ്ട. എന്തെങ്കിലും എന്റെ കുടുംബത്തിന് ചെയ്യണമെന്നുള്ള ഒറ്റ മോട്ടിവേഷൻ മതി RCMൽ വിജയിക്കാൻ. ഒരു ക്ലാസിന്റെ മോട്ടിവേഷൻ വേണ്ട സജീവിന്. കാരണം എന്താണ്? RCMലൂടെ എന്ത് കിട്ടുന്ന ബോധ്യപ്പെട്ട് അന്ന് മുതല് ശരിക്കും ഉറങ്ങിയിട്ടില്ല. ഞെട്ടിത്തരിച്ച് എനിക്കും ചില സമയങ്ങളിൽ ഞെട്ടിത്തരിച്ച് 3 മണിക്കൊക്കെ ചാടി എനിക്കും. മനസ്സിലായ? ജീവിതത്തിൽ വിജയിക്കാനുള്ള വിശപ്പ് അതുണ്ടെങ്കിൽ RCM ബിസിനസ് വളരെ ലളിതം, സുന്ദരം. അതില്ലെങ്കിൽ TCG അണ്ണാക്കിലേക്ക് തിരികെ തന്നാലും RCM ബിസിനസ്സിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. എഴുതി വെച്ചോ. പല്ലി ചലയ്ക്കുന്നു. ഇവിടെ ഞാൻ അതാണ് കുറച്ച് സൗണ്ട് ഒന്ന് നിർത്തിയ. പല്ലി ചലയ്ക്കുന്നു വേണമെങ്കിൽ കേട്ടോട്ടോ എന്ന് വെച്ചിട്ട്. പല്ലി ചലയ്ക്കുന്നു. RCM ബിസിനസ് എന്ന് പറഞ്ഞ സംവിധാനം ഇത്രയ്ക്ക് സുന്ദരമായിട്ട് വിജയിക്കാനുള്ള സംവിധാനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇതിനൊന്നും നോക്കി കാണാൻ നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ, മനസ്സിലാവുന്നില്ലെങ്കിൽ, എമറാൾഡ് ആയപ്പോ നിങ്ങൾക്ക് ഈ സജീവിനെ കാണാൻ പറ്റുന്നുണ്ടാവില്ല. സ്റ്റാർ എമറാൾഡ് ആയപ്പോ സജീവ് ഒന്നും കൂടി മാറി. എന്താ കാരണം? കാരണം എന്താണ്? ഞാൻ ആഗ്രഹിച്ചതൊക്കെ RCM എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ മാറ്റം. ഇതെന്തിനാ ഞാനിത് പറയുന്നത്? കഷ്ടപ്പാട്, ദുരിതം എന്ന് വേണ്ട, ഒരു കുടുംബത്തിന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാതെ ബുദ്ധിമുട്ടായിട്ട് കഷ്ടപ്പാടായിട്ട് നെട്ടോട്ടം ഓടുന്ന ആളുകൾ, അനേകം ആളുകൾ, എന്നെ പോലത്തെ ആളുകൾ ഇവിടെ ഉണ്ടാവും. പൈസക്കാരുണ്ടോ, വിദ്യയുള്ളവരുണ്ടോ, ഇതൊക്കെ ഉണ്ടോ. പക്ഷെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന എന്നെ പോലെയുള്ള സാധാരണക്കാരൻ ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അവന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലെ? ധൈര്യമായിട്ട് കയറി വാ. ഇന്ന് സ്റ്റാർ എമറാൾഡ് ആയിട്ട് സജീവ് നിൽക്കുന്നുണ്ടെങ്കിൽ തറയിൽ നിന്ന് തുടങ്ങിയതാ. തറയിൽ നിന്ന്, സീറോയിൽ നിന്ന്. അല്ലെ? ഒരു വേദിയിലും എന്റെ എനർജി കണ്ടാൽ നിങ്ങൾക്ക് തോന്നില്ല. കാരണം നടത്തിയ ആജാതിയ, നിൽപ്പ് ആജാതിയ, ഡ്രസ് ആജാതിയ. എന്താ കാരണം? ഈ ബിസിനസ് ആജാതിയ. അത് കാരണം കൂലിപ്പണി നല്ല സൈറ്റില് കൂലിപ്പണിക്ക് പോകുമ്പോൾ ഞാൻ കള്ളിമുണ്ടും കൈലിമുണ്ടും ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്, പുളിസഞ്ചി താങ്ങി പോയിട്ടുണ്ട്. പക്ഷെ RCM ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഇത് ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ബിസിനസ് ആണ് RCM ബിസിനസ്. അല്ല, ഇന്ത്യയില് ഇതിനെ തുലനം ചെയ്യാൻ, ഇതിന്റെ ഒപ്പം വെക്കാൻ ഒരു ബിസിനസ്സും ഇല്ല. ഈ കമ്പനിയുടെ ഒപ്പം നിൽക്കാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് TCG പറഞ്ഞത്, പനിയൊക്കെ നോക്കുന്ന തെർമോമീറ്റർ പോലെ ഒരു മീറ്റർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികൾ അളക്കാനുണ്ടെങ്കിൽ മറ്റുള്ള ഏത് കമ്പനിയിലും ഉള്ള കാര്യങ്ങൾ RCMൽ ഉണ്ടായിരിക്കും. എത്ര പ്രമുഖ കമ്പനിയിലും ഉള്ള കാര്യങ്ങൾ RCMൽ ഉണ്ടായിരിക്കും. പക്ഷെ അതിലൊന്നുമില്ലാത്ത ഒരു നന്മ RCMൽ ഉണ്ടായിരിക്കും. ഒരു ജീവിതം RCMൽ ഉണ്ടായിരിക്കും. ഒരു കൂട്ടായ്മ, സന്തോഷം. ഇതിന് ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇതൊരു ജീവിത രീതിയാണ്. അതുകൊണ്ട് RCM നിസ്സാരമല്ല. ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്.
കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള പ്രസ്ഥാനാണ് അല്ലെ. ഓരോ അല്ലെ പുരാണങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്ര നാള് ദൈവം അവതാര പുരുഷന്മാരായിട്ടാണ് ഇവിടെ അവതരിച്ചെന്നുണ്ടെങ്കിൽ കലിയുഗത്തില് സംഘടന രൂപത്തിലാണ് ദൈവം അവതരിക്കുക. ആര് പറഞ്ഞു വെച്ചിട്ടുണ്ട്? പല പുരാണങ്ങളിലും ഇതിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സംഘടനാ രൂപത്തിൽ, വ്യക്തികളുടെ രൂപത്തിലല്ല. ഇന്ന് കലിയുഗത്തില് ഒരു വ്യക്തിക്ക് വിചാരിച്ചാൽ ഈ സമൂഹത്തിനെ മാറ്റിമറിക്കാനോ സമൂഹത്തിന്റെ മൂല്യച്യുതിയെ ഒന്നും സംഭവിക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കും. സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, കലിയുഗത്തില് ഇന്ന് നമ്മുടെ നാട്ടില് ഭക്ഷ്യവസ്തുക്കളുടെ മായം കലർപ്പ് ചേർന്ന് ഇന്ന് ആരോഗ്യത്തിലേക്ക് ഇന്ന് മുന്നോട്ട് വരാൻ വേണ്ടി ഇന്ന് പ്രയത്നിക്കുന്ന ആളുകൾ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തില്, ക്യാൻസർ രോഗികള് ഇന്ന് ഇഷ്ടം പോലെ വളരുന്ന ഈ രാജ്യത്ത്, ആശുപത്രികള് ഇന്ന് സാധാരണ ജനങ്ങളെ വീണ്ടും മരുന്ന് കൊടുത്ത് രോഗികളാക്കുന്ന ഈ ഒരു സംവിധാനത്തില് സാധാരണക്കാരൻ ഒരു പനിയായിട്ട് ചെന്നാൽ അവനില്ലാത്ത പൈസ അവിടെ മേടിച്ചെടുത്ത് എക്സ്റേയും അങ്ങനെയുള്ള മരുന്നുകളും എഴുതി അവന്റെ പൈസ, കുടുംബത്തിന്റെ ആധാരം പോലും പണം വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹത്തില് ജനങ്ങൾ പോകുമ്പോൾ അവിടെ ആർസിഎം എന്ന പ്രസ്ഥാനം കൈത്താങ്ങായിട്ട് അല്ലെ ഒരു ഈശ്വരനെ പോലെ ഇവിടെ പ്രവർത്തിക്കുന്നു. കാരണം ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യം, പൈസ ഇല്ലാത്തവർക്ക് പൈസ, സന്തോഷം ഇല്ലാത്തവർക്ക് സന്തോഷം, നന്മ ചെയ്യാനുള്ള ആൾക്ക് നന്മ എന്ന് വേണ്ട. ആർസിഎമ്മിൽ ഇല്ലാത്തത് എന്താണുള്ളത്? അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ ഒരു പ്രസ്ഥാനം നിസ്സാരമല്ല. ആർസിഎം കൂലിപ്പണി എന്നല്ല. അതുകൊണ്ട് ഈ ഒരു പ്രസ്ഥാനം എത്ര മഹത്തരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ബിസിനസ് അല്ല ആർസിഎം, നാളെ വരാൻ പോകുന്ന സമയത്തെ ബിസിനസ് ആണ്. അമേരിക്കയിലും ചൈനയിലും ഏറ്റവും കോടീശ്വരന്മാരെ സൃഷ്ടിച്ച ബിസിനസ്സിലാണ് നമ്മള് എന്ന് എത്ര പേർക്ക് അറിയാം? എത്ര പേർക്ക് ആ വാല്യൂ അനുസരിച്ചുള്ള ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്? ആലോചിച്ച് നോക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിൽ തുടങ്ങിയിട്ടുള്ളോ, ആർസിഎം തുടങ്ങിയിട്ടുള്ളോ എല്ലാ നെറ്റ്വർക്ക് കമ്പനികളും കൂടി 1% അല്ല, ഇനി ഏറ്റവും കൂടുതൽ ഇന്ത്യ മഹാരാജ്യത്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആർസിഎമ്മിന്റെ വളർച്ച എത്രത്തോളായിരിക്കും? 25 വർഷം പിന്നിട്ടു. ഇനിയാണ് യഥാർത്ഥത്തിൽ തുടങ്ങാൻ പോകുന്നതാണ് പറയുന്നത്. ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ വന്നു, ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഉപയോഗിച്ചവർക്കൊക്കെ നല്ല നേട്ടങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആർസിഎം എന്താണ്? എന്തിന് ഞാൻ ആർസിഎം ഏറ്റെടുക്കണം? എന്റെ കുടുംബത്തിന് ഇത് ആവശ്യമുണ്ടോ? എന്റെ മക്കൾക്ക് ഇത് ആവശ്യമുണ്ടോ? ആവശ്യമില്ലെങ്കിൽ വിട്ടേര്. ആവശ്യമില്ലെങ്കിൽ വിട്ട് കളയണം. ആട്ടപ്പൊടി ചപ്പാത്തി ഉണ്ടാക്കി തിന്നെ, തവണ കാലിന്റെ മുട്ടിൽ പരറ്റ, പല്ല് തേക്ക്, കുളിക്ക്, ഇതൊക്കെ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ മനസ്സിലാക്കണം, ആർസിഎം ബിസിനസ്സിൽ വലിയൊരു അവസരമുണ്ട്. പല ആൾക്കും ആട്ടപ്പൊടി തവണയാണ് ആർസിഎം. പല ആൾക്കും വിറ്റാൽ 10 രൂപ കിട്ടും, അതാണ് ആർസിഎം. പല ആൾക്കും ഇതിൽ ഷോപ്പ് ഇട്ടാൽ നല്ല മെച്ചപ്പാടുണ്ട്, അതാണ് ആർസിഎം. അതല്ല ആർസിഎം. ഇതിലൂടെ ഏറ്റവും വലിയ നേട്ടം ടീം ബിസിനസ്സിലൂടെയാണ്. ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടം കൈവരിക്കണമെങ്കിൽ നമ്മൾ വ്യക്തമായി ആർസിഎമ്മിന് എന്താണെന്ന് മനസ്സിലാക്കണം. ആർസിഎമ്മിൽ മനസ്സിലാക്കിയ കാര്യം, പല ആൾക്കും മാർക്കറ്റിംഗ് പ്ലാൻ അറിയാം, കമ്പനി പ്രൊഫൈൽ അറിയാം, ഉൽപ്പന്നങ്ങളുടെ സവിശേഷത അറിയാം. പക്ഷെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല. അപ്പൊ പിന്നെ എന്താ അറിയാ അല്ലെ? പല ആളും പറയാറുണ്ട്, എന്റെ കൂടെ ഞാൻ കുറെ ആളോട് പറഞ്ഞു, ആർക്കും മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ആദ്യം നോക്കണം, എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന്. അല്ലെ? ആർക്കും മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ, ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവാൻ പറ്റാവുന്ന തരത്തിലാണോ, അല്ലെങ്കിൽ അത് പറഞ്ഞു പഠിക്കണം. അതിന് ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഗിരി സാറ് തന്ന ട്രെയിനിങ് ഞാനൊരു ഓപ്പണർ അച്ചീവർ ആവുന്ന ആ സമയം തന്നെ എന്റെ ടീമിന് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. കുറെ ആളുകൾ ആർസിഎമ്മിൽ വരുന്നു. എല്ലാവരും ആർസിഎമ്മിന്റെ ബിസിനസ് ചെയ്യാൻ വരുന്നവരല്ല. പക്ഷെ ഇതിന്റെ തത്വം മനസ്സിലാക്കി കൊടുത്ത്, അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവരുടെ കഴിവ് കൂട്ടിയെടുക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. ടീമില് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വരുന്ന ആളുകള്, അവസരം മനസ്സിലാക്കുന്ന ആളുകള്, അവരെ പ്രാപ്തിയിലേക്ക് കൊണ്ടുവരണം. പ്രാപ്തിയാണ് കൂട്ടുന്നത്. നമ്മുടെ കൂടെ ഒരാൾ അസോസിയേറ്റ് ചെയ്താൽ ഈ ബിസിനസ്സിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ
പറ്റാവുന്ന തരത്തില് ആ വ്യക്തിയുടെ പ്രാപ്തി കൂട്ടിയാൽ ആ വ്യക്തി 10 ആളോട് പറയും. അവരെ കൂടെ വരുന്ന ആളുകളെ പ്രാപ്തി കൂട്ടിയാൽ അവരും 10 ആളോട് പറയും. ഇതിങ്ങനെ എന്താണ്, മലവെള്ളം പോലെ ഇങ്ങനെ പരക്കും അല്ലെ? അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ തുടങ്ങണം. അങ്ങനെ തുമ്പൂര് ഇന്ന് 3-4 പേർക്ക് ഗിരീഷ് സാർ തന്ന ആ ട്രെയിനിങ് ഇന്ന് പല സ്ഥലങ്ങളിൽ ഇന്നും ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നു അല്ലെ? എമറാൾഡായിട്ട് നിൽക്കുമ്പോഴും സ്റ്റാർ എമറാൾഡായിട്ട് നിൽക്കുമ്പോഴും ഇന്നും ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. എന്താ കാരണം? വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആർസിമിന്റെ വ്യക്തമായ ധാരണ നമ്മൾ കൊടുത്തിരിക്കണം. അത് കൊടുത്താൽ ബിസിനസ് പറക്കും. ആളുകൾക്ക് ഇത് ആവശ്യമില്ലാണ്ടല്ല, ആളുകൾക്ക് ഇത് മനസ്സിലാവാണ്ടാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. കൊടുക്കാൻ നമുക്ക് ഇഷ്ടം പോലെ പറഞ്ഞ പോലെ, നമ്മുടെ ഐഡിയ പോലെ പറഞ്ഞ പോരാ. ഇതിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം നമ്മൾക്ക് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാവുന്ന തരത്തില് നമ്മുടെ ലീഡേഴ്സിന്റെ ഒപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ട്രെയിനിങ് എടുത്ത് ട്രെയിനിങ്ങിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോഴാണ് ആളുകൾക്ക് ഇത് ബോധ്യപ്പെടാം. അത് ബോധ്യപ്പെട്ടാൽ പിന്നെ സുന്ദരമാണ് ഈ ഒരു ബിസിനസ്. ഗോപകുമാർ സാറ് പറയാറുണ്ട്, ഒരു സമയം കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ബിഗിനർ, സ്റ്റാർട്ടർ, ഓപ്പണർ, ഈഗിള്, റണ്ണർ, സ്റ്റാർ വരെയാണ് ചെറിയൊരു പ്രോബ്ലം ഉള്ളൂ. അടുത്ത പ്രോബ്ലം പിന്നെ ഒരു സ്റ്റാർ പ്ലാറ്റിനം കഴിയുന്നതോടൊപ്പം തന്നെ ആ പ്രോബ്ലങ്ങൾ മാറും. അതുകൊണ്ട് ആർസിമിൽ ജീവിതകാലം മുഴുവൻ ഈ പ്രോബ്ലങ്ങളാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തെറ്റി. പ്രോബ്ലങ്ങൾ ഉണ്ടാവുന്നത് എന്താണ്? നമ്മുടെ കഴിവ്. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇല്ലേ, ഇറങ്ങുന്നില്ല എന്നാണ് അർത്ഥം. ആർസിമി പറയാനായിട്ട് ഇത്ര പേർക്ക് തവിട് എവിടുന്നാന്ന് ചോദിക്കുന്നു. ഇത് ആളുകൾ പഠിക്കുന്ന പരിപാടിയല്ലേ എന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഉള്ളിലേക്ക് ആർസിമി പറയാൻ പോയിട്ടില്ല എന്നാണ് അർത്ഥം. എന്താ കാരണം? ഇതൊക്കെ നമ്മള് ബുദ്ധിമുട്ട് ആർക്കാണോ വരുന്നത്? അല്ല, എത്ര പേർക്ക് തവിട് എവിടുന്നാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായി. ഇത് ചങ്ങലയല്ല എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായി. ഇത് ആളുകളെ പൈസ പേടിച്ച് കൂട്ടിട്ട് അല്ലെ നാളെ കമ്പനി ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പേടിച്ചു. ഇതിനൊക്കെ മറുപടി കൊടുക്കണമെങ്കിൽ ഇതെന്താണെന്നും ആർസിം എന്താണെന്നും വരാൻ പോകുന്ന സമയത്ത് ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നെന്നും നമുക്ക് മനസ്സിലാവണം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വ്യക്തതയോടുകൂടി നമ്മൾ മനസ്സിലാക്കിയാൽ ഏതൊരു വ്യക്തി വന്ന് ചോദിച്ചാലും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റും. അതിന് ട്രെയിനിങ് അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ഗോപകുമാർ സാർ പറഞ്ഞ പോലെ എവിടെ നിന്നാണ് PV വരുന്നതെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. ഒന്ന് മൂത്രമൊഴിക്കാൻ പോയിട്ട് വരുമ്പോഴേക്കും 50,000 PV കൂടുന്നത്. GRCM ഗുഡ് RCM. ഞാനിവിടുന്ന് വണ്ടി എടുത്ത 1/2 മണിക്കൂർ കൊണ്ട് കൊടുങ്ങല്ലൂർ എത്തിയപ്പോഴേക്കും 1 ലക്ഷം PV കൂടിയത്. 20,000 PVക്ക് നെട്ടോട്ടം ഓടിയിട്ടുണ്ട്. 20,000 PVക്ക് കണ്ണീര് വാർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ സുഹൃത്തുക്കളും മനസ്സിലാക്കണം, പ്രശ്നങ്ങള് തുടക്കത്തിലാണുള്ളൂ. ആ പ്രശ്നത്തിനെ അതിജീവിച്ച് വരാനുള്ള കപ്പാസിറ്റി നമ്മൾ കൂട്ടി പ്രയത്നിച്ച് കുറ്റങ്ങളും കുറവുകളും. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ചില ആളുകൾ പുച്ഛിക്കലും കളിയാക്കലും കാണുമ്പോൾ നിർത്തും പരിപാടി. ആളുകൾ കളിയാക്കണം അത്ര. സത്യം പറഞ്ഞാൽ ഈ കളിയാക്കിയ ആളുകൾക്ക് ഞാൻ സ്തുതി പാടുന്നു. എന്താ കാരണം? അങ്ങനെ കളിയാക്കിയത് കൊണ്ടാണ് ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സ്റ്റാർ എമറാൾഡായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ള ഊർജം തന്ന എന്നെ കളിയാക്കിയ എല്ലാവർക്കും ഏതെങ്കിലും യൂട്യൂബില് എപ്പോഴെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് കാണണം. കളിയാക്കിയവര് ഞാൻ സ്തുതിക്കുന്നു. കാരണം എന്നെ വിജയിപ്പിച്ചത് നിങ്ങളാണ്. നിങ്ങൾ ഇനിയും കളിയാക്കൂ, ഞാൻ റൂബിയാവും. നിങ്ങൾ ഇനിയും കളിയാക്കൂ, ഞാൻ സ്റ്റാർ റൂബിയാവും. ഇനിയും കളിയാക്കൂ, ഞാൻ സഫയർ ആവും. ഇനിയും പുച്ഛിക്കൂ അല്ലെ. എന്റെ വീട്ടിൽ പോലീസ് വരുന്നു പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റാർ ഫ്ലാറ്റിനായി. എന്താ പോലീസ് വരുന്നത്? ആദരിക്കാനല്ല, നിന്നെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്ന് പറഞ്ഞ ആളുകള്.
അപ്പോൾ എനിക്ക് ഊർജം കൂടി. നിന്റെ മുന്നിൽ ഞാൻ ചെയ്ത് കാണിക്കടാ. അല്ലാതെ ഓലപ്പാമ്പ് കാണിക്കുമ്പോ പേടിച്ച് വാലും ചുരുട്ടി വീട്ടിൽ പോയിരിക്കാനുള്ളതല്ല. അങ്ങനെയുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല RCM അല്ലേ. അതുകൊണ്ട് എന്റെ കൂടെ വന്നവര് പല ആളുകളും വിട്ടുപോയി. എന്റെ കൂടെ വന്നവര് റോയൽറ്റി അച്ചീവർ ആയിട്ടും ഇന്നും കൂലിപ്പണിക്ക് പോയ ആളുകളുണ്ട്. കൂലിപ്പണിക്ക് അടിയുറച്ച് എന്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ആര് നിൽക്കും ആര് പോവും എന്ന് വിചാരിച്ചിട്ടല്ല ഇന്ന് ഞാൻ നിലയുറപ്പിക്കുന്നത്. എനിക്ക് വിജയിക്കണം. അതുകൊണ്ട് എന്റെ ലീഡേഴ്സിന്റെ ഒപ്പം ഞാൻ നിൽക്കുന്നു. എന്റെ കൂടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്റെ കൂടെ നിൽക്കാം. നേരത്തെ തുടക്കത്തിൽ ബിനുസാറ് പറഞ്ഞു, പല ആളുകളും പരാതി പറയാറുണ്ട്, എന്റെ ടീമംഗളെ അവൻ പിടിച്ചുകൊണ്ടുപോയി, അവന്റെ ടീമംഗളെ കണ്ണൂരിട്ടി, അവൻ ഞോണ്ടി പിച്ചി. ഞാൻ പറയുന്നു, കൊമ്പടിനാമൊക്കെ ടീമില് എന്റെ ടീമില് ആർക്ക് വേണമെങ്കിലും ഏത് ടീമിലേക്ക് വേണമെങ്കിൽ പോവാം. ആ പോകുന്ന ആൾക്ക് ഞാൻ ട്രോഫി കൊടുക്കും. എന്തിനാന്ന് അറിയണ്ടേ? അവന്റെ വീട്ടിൽ പോയി ട്രോഫി കൊടുക്കും. പോയേന് എന്താ കാരണം? ആ കച്ചറ പോയേന്. ബാക്കിയുള്ളവർ നോക്കിയ പോലെ. ഞാൻ പറയുന്നു, ഇതെന്താ പറയാൻ കാരണം? ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം ലീഡേഴ്സ് തരുന്ന എന്നെ കൊണ്ടായത് ഞാൻ എൻ്റെ ടീമിലേക്ക് അല്ലെ രാവും പകലില്ലാതെ കൊടുക്കുന്നു. ചില ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ നാവ് കുഴയും, ഈ ചുണ്ടൊക്കെ കോടും. എന്നാലും ഒരു ഫോൺ കോൾ വന്നാൽ രാത്രി 12 മണി 1 മണി വരെ സംസാരിക്കും. എന്താ കാരണം? എന്നെ പോലെ ആ മറുഭാഗത്ത് നിൽക്കുന്നത് എന്നെ പോലെ എന്തെങ്കിലും ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, പൈസയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, ജീവിതത്തിൽ വിജയിക്കാൻ വ്യഗ്രതയുള്ള തീയുള്ള ഒരു വ്യക്തിയായിരിക്കും എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ആ 12 മണിക്ക് പോലും ചുണ്ട് കോടി നിൽക്കുമ്പോഴും നാവ് കുഴയുമ്പോഴും ഞാൻ സംസാരിക്കാറ്. കാരണം അപ്പുറത്തുള്ളവന്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാൻ പറ്റും. സുഹൃത്തുക്കളെ, RCM എന്താന്ന് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ഇഷ്ടം പോലെ ക്ലാസ്സുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. RCMന്റെ ആട്ടപ്പൊട്ടിന്നോടൊന്നും ഈ ക്ലാസ്സിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇന്ന് സീറോയില് നിൽക്കുന്നവന് ഇന്ന് ഹീറോയാവാനുള്ള ഒരു അവസരമാണ് RCM. സീറോയിലാണോ നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സീറോയാണോ? നിങ്ങളുടെ ആധാരം പണയത്തിലാണോ? നോ പ്രോബ്ലം. എത്ര ലക്ഷം കടണ്ട്? നോ പ്രോബ്ലം. നിങ്ങൾക്കിന്ന് സന്തോഷമില്ലേ? നോ പ്രോബ്ലം. സുസുക്കി സാമറായ ഒരു പരസ്യം ഉണ്ടായിരുന്നു. ആ വണ്ടി ഇറങ്ങിയപ്പോൾ അതാണ് സുസുക്കി സാമറായി. നോ പ്രോബ്ലം എന്നാണ് പറയുന്നത്. പെട്രോൾ ഓടിക്കുക. RCMൽ തന്നെയാണ്. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ഉൽപ്പന്നങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തുക. RCMനെ മനസ്സിലാക്കുക, RCMന്റെ ഉൽപ്പന്നങ്ങള് ജനങ്ങളില് എത്തിക്കുക, അവസരം പറഞ്ഞു കൊടുക്കുക. നോ പ്രോബ്ലം. സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായിട്ടാണ് ഇത് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, കഷ്ടപ്പാട്, അതിനെ പുഞ്ചിരിയോടുകൂടി നേരിടൂ. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കുന്നവൻ ജീവിതത്തിൽ അവന് എവിടെ ഓടിയാലും ഈ രോഗം പോരാടെ വരും. RCM എന്ന പ്രസ്ഥാനത്തിൽ, ഇത്രയും മഹത്തരമായ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഇനിയും നമ്മൾ ഓടുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ, ജീവിതകാലം മുഴുവൻ ഓടിയാലും ഗത്യന്തരമില്ലാതെ ഓടാനായി സാധിക്കോ? എവിടെയും ഒരു പിടുത്തം കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇവിടെ വന്നിട്ട് ഈ ഓട്ടത്തിന് ഒരു അറുതി വരുത്താനാണ് ദൈവം നമ്മളിലേക്ക് ഈ ഒരു കയ്യൊപ്പ് പതിച്ചു തന്നിരിക്കുന്നത്. RCM എന്ന ഈ ഒരു 3 അക്ഷരത്തിന്റെ ഒരു ഐഡി നമ്മൾക്ക് കിട്ടാനുള്ള യോഗം, ഇതിന് പോലും യോഗമില്ലാത്ത എത്ര പേര് പുറത്തു നിൽക്കുന്നു. അപ്പോഴാണ് ഈ യോഗം കിട്ടിയിട്ടും ഇതിനെ മനസ്സിലാക്കാതെ എന്റെ അപ്ലൈൻ ശരിയല്ല, എന്റെ ഡൗൺലൈൻ ശരിയല്ല, മറ്റൊരു ശരിയല്ല, മറിച്ചൊരു ശരിയില്ല. മുന്നേ നമ്മൾ ശരിയാവണം. അവനവനാണ് ശരിയാവേണ്ടത്. അവനവൻ ശരിയായാൽ എല്ലാം ശരിയാവും അല്ലേ? ഇന്ന് എന്റെ ടീമുകളോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ, മൂർത്തി സാറ് പറഞ്ഞതാണ്, അത് ഞാൻ ഇന്ന് എന്റെ ടീമുകളോട് പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതില് ഞാൻ പരാജയപ്പെട്ടു. ഇനിയും മനസ്സിലാക്കി തരാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണ് മാർച്ചില് എണ്ണയിട്ട യന്ത്രം പോലെ ഒരു ആഹ്വാനത്തിന്റെ പുറത്ത് ബിജു സാറും ഷൈൻ ബാബ സാറും സുന്ദരൻ സാറും അടങ്ങുന്ന ഒരു ടീമങ്ങൾ ഇന്ന്
ടീമിൽ വന്ന ബിഗിനർ പോലും ഈ വരിയില് ഒറ്റക്കെട്ടായി നിന്നതിന്റെ വിജയമാണ് സുഹൃത്തുക്കളെ. ഒറ്റക്കെട്ടായിട്ട് 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 നിന്ന വിജയം. അത് സിസ്റ്റം, ആത്മാർത്ഥമായിട്ട് റിലേഷൻഷിപ്പ്, കെയറിംഗ് മെന്റാലിറ്റി, അല്ലെ, എന്തൊക്കെ പറയാം, അതൊക്കെ അല്ലെ, അതൊക്കെ കിണറ് കുത്തുമ്പോൾ ആദ്യം ഉറവ കാണില്ല. കാടക്കണ്ണം വരും, പാറ വരും, കുത്തിക്കൊണ്ടിരിക്കണം. വെള്ളം കാണുന്നത് വരെ കുത്തണം. കുറച്ച് കുത്തിട്ട് കാടക്കണ്ണനായി അടുത്ത കിണർ കുത്താൻ പോകരുത്. കുത്തുവോളം തന്നെ കുഴിക്കുക. പ്രതിസന്ധികൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ കുത്തി കുത്തി പോകുമ്പോൾ ഒരു നനവ് കാണും. ആ നനവ് കാണുന്നോടത്ത് ആ കൈക്കോട്ടൊന്ന് എനക്കിയാൽ അവിടുന്ന് പമ്പ് ചെയ്തു വരും ഉറവ. വീണ്ടും നിർത്തരുത്. അതല്ല അല്ല, ചിലവർക്ക് ഒരു സ്റ്റാർ ആയാൽ ഇതാണ് ഉറവ എന്ന് വിചാരിച്ചിട്ട് ചില ആളുകൾ സുഖലോലുപരായിട്ട് പിന്നെ നിൽക്കും, അല്ലെ. വീണ്ടും താത്തണം. ആ ചെളിയിൽ നിന്ന് വീണ്ടും താത്തണം. താത്തി വരുമ്പോ കാണാം പല സ്ഥലത്തുനിന്ന് ഉറവ. പിന്നെ നമ്മള് താത്തും തോറും കിണർ നിറയുന്നത് കാണാം. പിന്നെ നമ്മുടെ കയ്യിലല്ല. ഒരു എമറാൾഡ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലല്ല. പിന്നെ മലവെള്ളം പോലെ PV വരും. നമുക്ക് തടയാനും പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു എമറാൾഡ് ആവുന്ന വരെ നിങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ ആർസിബിനെ മനസ്സിലാക്കി അടിയുറച്ച് ലീഡേഴ്സിന്റെ വാക്ക് വിശ്വസിച്ച് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഒപ്പം ആരാണോ നിൽക്കുന്നത് അവർക്കുള്ളതാണ് വിജയം. ഒരു കാര്യം കൂടിയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കാരണം വേറെ ഒന്നും ഞാൻ ആർസിബിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. കാരണം ഇഷ്ടം പോലെ ക്ലാസ്സുകൾ, എന്നേലും പ്രഗത്ഭരായ ലീഡേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അനുഭവമാണ് പറഞ്ഞത്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. ആർസിബിൽ വന്നിട്ട് ഒന്നും ചെയ്യാതെ നമ്മൾ തോൽവി സമ്മതിക്കരുത്. ഒരു കഥ പറയാം, അതോടുകൂടി ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കും. അധികമൊന്നും പറയണ്ട. എന്തിനാ അധികം പറയുന്നത്? അധികമൊന്നും പറയണ്ട. ഇത്രയും പറഞ്ഞത് കളിമണ്ണല്ലാത്ത ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഉള്ളില് കളിമണ്ണല്ലാത്ത ആർക്കും ഇത് മനസ്സിലാവും. ഇപ്പൊ പറയുന്നത് ഇത് മനസ്സിലാവാത്ത ആരും, കാരണം അത്രയ്ക്ക് ഏറ്റ അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും മനസ്സിലാവുന്ന തരത്തില്ല. കാരണം ഞാൻ ആ തരത്തിലാണ്. അവിടെ നിന്നാണ് ഞാൻ ഉയർന്നു വന്നത്. അതുകൊണ്ട് എന്റെ വാക്കുകൾ മനസ്സിലാക്കാത്ത ഏത് കൊല കൊമ്പത്ത് നിൽക്കുന്ന ആളായാലും ഇത് മനസ്സിലാവാത്ത ആരും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ക്ലാസ് കേട്ടിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് പിടുത്തം കിട്ടാതെ നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തോറ്റു. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാനില്ല. അതുകൊണ്ട് ഒരു കഥയും കൂടിയും പറയാം. അതുമുന്നുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഓക്കെ, കഥ എന്താണ്? ഈ മാർച്ചിൽ അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്തപ്പോൾ, ഞാൻ കൊമ്പിടിലത്തെ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ടീമിലത്തെ കാര്യങ്ങൾ ചിന്തിക്കണം. ഏതൊരു ആഹ്വാനം ലീഡേഴ്സ് തരുമ്പോൾ ഒരു ടാർഗറ്റ് എന്തിനാ? ഒരു ടാർഗറ്റ് നമ്മുടെ കഴിവിനെ ഉണർത്താനും ടീമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ടാർഗറ്റ്. ആരാണോ ടാർഗറ്റ് ഏറ്റെടുക്കുന്നത് അവർക്ക് വിജയം ഉണ്ടാവും. ഇത് ഈ മാസം എന്താണ് പ്രത്യേകത? ഇത് നടക്കോ? അല്ലെ, ഇത് നടക്കോ? എന്താണ് പ്രത്യേകത? ഇത് നടക്കില്ല എന്ന് പറയാൻ നമ്മൾ വേണം. ഈ കാര്യമൊന്നും നടക്കില്ല എന്ന് പറയാൻ നമ്മൾ വേണോ? നടക്കും എന്ന് പറയാനല്ലേ നമ്മൾ വേണ്ടത്? അപ്പോൾ അത് പല ആളുകളും ഏറ്റെടുത്തു. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം, ആർസിബിൽ വന്നിട്ട് ഒന്നും ചെയ്യാതെ അടിയറ വെക്കല്ലേ. നിങ്ങൾ അടിയറ വെക്കല്ലേ. ഒരു കഥ ആർസിബി 6 മണിക്ക് പൻപൊലീരിയിൽ നടക്കുന്ന ആ ഒരു കഥ ഞാൻ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. ആ കഥ പറഞ്ഞപ്പോൾ അവിടെ വേണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്ന പല ആളുകളും ആർസിബില് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. ആ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താണ്? എല്ലാവരും വിജയത്തിലേക്ക് വന്നു. ഏതാണ് ആ കഥ? ആ കഥയാണ് പറയാൻ പോകുന്നത്, അല്ലെ. അപ്പൊ നോക്ക, ഒരു പുലി ഇങ്ങനെ കാട്ടില് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പുലി നടക്കുന്ന സമയത്ത് എന്നും തിന്നാനൊന്നും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ പുലി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോ ഒരു ആമ നടന്നു പോണു.
ഒരു ആമ, ആമങ്ങ ആമ എന്ന് വിചാരിച്ച് പുലി ആമയുടെ മേലേക്ക് ചാടി വീണു. ആമയ്ക്ക് എന്താ സ്വഭാവം? ഏതെങ്കിലും ഒരു ശത്രു ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ആമ തല ഉള്ളിലേക്ക് വലിക്കും. ആമ തല ഉള്ളിലേക്ക് വലിക്കും. ആമ തല ഉള്ളിലേക്ക് വലിച്ചു. ഉള്ളിലേക്ക് വലിച്ചതിന് ശേഷം അപ്പൊ പുലി എന്ത് ചെയ്തു? ഇതിനെ തിരിച്ചു മറച്ചിട്ട് നോക്കിയപ്പോ ഒന്ന് കാരി നോക്കി, ഒരു രക്ഷയില്ല, പല്ല് കീറിയെടുത്തു. അപ്പൊ തിരിച്ചു മറച്ചിട്ട് നോക്കിയിട്ട് ഇത് തിന്നാൻ പറ്റാവുന്ന സാധനം അല്ലാന്ന് മനസ്സിലാക്കി. എന്നാലും പുലിക്ക് സംശയം, ഇത്ര നേരം നടന്ന സാധനം ഇപ്പൊ അനങ്ങുന്നില്ല. അതുകൊണ്ട് പുലി എന്ത് ചെയ്തു? പുലി ഒറ്റച്ചാട്ടത്തിന് പോകുന്ന ധാരണയില് പുലി ആ പൊന്തക്കാട്ടിൽ ഒളിച്ചു നിന്നിട്ട് ഇതിനെ നോക്കി നിന്നു, ഇത് എന്തിട്ട് സംഭവിക്കാന്ന്. അങ്ങനെ നോക്കി നിന്ന സമയത്ത് നോക്കിയപ്പോണ്ടാ ഈ ആമയുടെ തല വീണ്ടും പുറത്തേക്ക് വന്നു. ഒന്ന് ചുറ്റും നോക്കി, ആമ പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പൊ പുലിക്ക് മനസ്സിലായി, ഇതെന്താ അത് ശരി, എന്നെ പറ്റിക്കാൻ, പുലിനെ പറ്റിക്കാൻ ഒരു ആമയാ. അന്നവന് ഒരു പണി കൊടുത്തിട്ടുള്ള കാര്യമുള്ളൂ. ഒറ്റച്ചാട്ടത്തിന് ആമ തല ഉള്ളിലേക്ക് വലിക്കുന്നതിന് മുന്നേ ആമര ആ തലേമ അങ്ങോട്ട് പിടുത്തം മുറുക്കി പുലി ഇങ്ങനെ പിടിച്ചു ഞെരുക്കി ഇങ്ങനെ തിന്നാൻ പോകുന്ന സമയത്ത് ആമ പറഞ്ഞു, ചങ്ങാതി എന്നെ തിന്നരുത്, എനിക്കൊരു 3 മിനിറ്റ് സമയം തരണം. നിനക്ക് 3 മിനിറ്റ് സമയം, എന്നെ പറ്റിച്ച് പോകാൻ കടന്ന നിനക്ക് 3 മിനിറ്റ് സമയ ഞാൻ തരില്ല, ഞാൻ ഇപ്പൊ നിന്നത് കഥ കഴിക്കും. അപ്പോൾ 3 മിനിറ്റ് സമയം, ഞാൻ എവിടേക്കും പോകില്ല, കാരണം ചെറിയതായിട്ട് ഓടുന്ന എനിക്ക് നിന്നെ രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് 3 മിനിറ്റ് എനിക്ക് സമയം തരണം. പുലിക്ക് ഒരു ആകാംക്ഷ തോന്നി. പുലി എന്ത് ചെയ്തു? പുലി ആ ആമയെ കഴുത്തുനിന്ന് ലൂസാക്കി. അദ്ദേഹം പറഞ്ഞു, എന്താണ്? ആ ലൂസാക്കി കഴിഞ്ഞപ്പോൾ ആമ എന്ത് ചെയ്തു എന്നറിയോ? 3 മിനിറ്റ് സമയമുള്ളോ. ആമനെ വിട്ടു. പുലി നോക്കി നിന്നപ്പോൾ ആമ എന്ത് ചെയ്തു? ആ പരിസരത്ത് ആ മണ്ണിൽ കിടന്ന് മറഞ്ഞ് മണ്ണൊക്കെ കുത്തി ഇളക്കി പൊടിയൊക്കെ പറത്തി അവിടെ ആകെ ഒരു മൽപ്പിടുത്തം നടത്തിയ ഒരു സ്ഥലം പോലെയാക്കി. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇനി അങ്ങൊന്ന് തന്നെ കൊന്നോളൂ എന്ന് പറഞ്ഞിട്ട് ആമ പുലിയുടെ അടുത്തേക്ക് വന്നു. അപ്പോ പുലിക്ക് ആശ്ചര്യമായി, ഇവ എന്നിട്ട് കാണിച്ച ആകെ കുത്തി മറച്ചിട്ട് ആകെ ലൊങ്കലാക്കി ആകെ ഉഴുത് മറച്ചിട്ട് മാരിയാക്കി. അങ്ങനെ പുലിയുടെ അടുത്ത് വന്നപ്പോൾ പുലി ചോദിച്ചു, അല്ല എനിക്ക് മനസ്സിലായില്ല, ഈ 3 മിനിറ്റ് കൊണ്ട് ഞാൻ വിചാരിച്ചത് ഓടിപ്പോവാനാന്ന്, പക്ഷെ നീ ഇതൊക്കെ കുത്തി മറച്ചിട്ടിട്ട് ഇങ്ങനെ എന്റെ അടുത്തേക്ക് വരികയാണ് ചെയ്തത്, എന്താണ് അതിന്റെ ആശയം, എന്താണ് എനിക്ക് മനസ്സിലായില്ല, അതൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പൊ ആമ പറഞ്ഞു, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്കൊരു നാടുണ്ട്, ആ നാട്ടിൽ നിന്ന് ഞാൻ എന്താണ് ഒരു കുളം എവിടെയാണെന്ന് അന്വേഷിച്ച് ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോന്നതാണ്. ഞാൻ കൃത്യസമയത്ത് ചെല്ലാതിരിക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ബന്ധുക്കാരും വീട്ടുകാരൊക്കെ എൻ്റെ അയൽക്കാരൊക്കെ എന്നെ അന്വേഷിച്ചു വരും, എൻ്റെ മക്കളടക്കം എന്നെ അന്വേഷിച്ചു വരുന്ന സമയത്ത് ഈ ഒരു മൽപ്പിടുത്തം അല്ലെങ്കിൽ എന്താണ് എന്നെ പിടിച്ചു തിന്ന കഥയൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. പുലി എന്നെ എന്താണ് കീഴ്പ്പെടുത്തി എന്നെ തിന്നു എന്ന് പറയുമ്പോൾ അതെന്റെ തലമുറയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ അച്ഛനമ്മയ്ക്കും എൻ്റെ കുടുംബക്കാർക്കും ഒരു മോശമാണ്. ഒരു ആമയെ പുലി എന്താണ് വെറുതെ പിടിച്ചു തിന്നു എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും മോശമാണ്. അപ്പൊ പുലി ചോദിച്ചു, ഇത് എന്തായാലും നിന്നെ ഞാൻ തിന്നാൻ പോവില്ല, ഇപ്പൊ ഈ ഉഴുത് മറിച്ചിട്ടിട്ട് എന്താ കാര്യം? അപ്പോൾ ആമ പുലിയോട് പറഞ്ഞതാണ്, അവര് അന്വേഷിച്ച് വരുന്ന സമയത്ത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അവിടെ പുലി എന്താണ് ആമയെ തിന്നത്. അപ്പോൾ അവര് ഈ ഉഴുത സ്ഥലവും മണ്ണ് തെറിപ്പിച്ചുള്ളതും മണ്ണ് കുത്തിയിളക്കിയുള്ളതും ഒരു മൽപ്പിടുത്തം നടത്തുകയായിട്ടുള്ള സ്ഥലം കാണുമ്പോൾ അവര് ചിന്തിക്കും, എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്താണ് ഒരു മൽപ്പിടുത്തത്തിലൂടെയാണ് പുലിക്ക് കീഴ്പ്പെട്ടത്, അതല്ലാതെ വായിലേക്ക് ഒരു ഇരയായിട്ട് വെറുതെ നിന്ന് കൊടുത്തതല്ല. ഒരു മൽപ്പിടത്തിലൂടെയാണ് എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ പുലി കീഴ്പ്പെടുത്തിയത്. അതായത് ആ മൽപ്പിടുത്തത്തില് പുലിയായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ടാണ് തോറ്റതെന്ന് പറയുന്ന അർത്ഥം. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, ആർസിമിലേക്ക് നമ്മൾ കടന്നു വന്നു. നാളെ നമ്മുടെ മക്കള്, ബന്ധുക്കാര്, കൂട്ടുകാര് RCM വിജയിച്ച് മുന്നേറുമ്പോൾ നമ്മൾ എന്ത് മൽപ്പിടുത്തം നടത്തിയിട്ടാണ് ആർസിമിൽ തോറ്റതെന്ന് നിങ്ങൾ പറയും? സുഹൃത്തുക്കളെ, ആ ഒരു ആമ കാണിച്ച ആർജവെങ്കിലും നമ്മൾ ആർസിമിൽ കാണിച്ചാൽ, ഞാൻ പറയുന്നു, ആമ കാണിച്ച ആർജവെങ്കിലും കാണിച്ചാൽ
നിങ്ങൾ എമറാൾഡ് ആവും. അതാ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പുറത്തെവിടെയും പറയണ്ട, പുറത്തെവിടെയും പറയണ്ട. ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം. നാളെ RCM കയ്യിൽ കിട്ടിയിട്ട് എന്തച്ഛനാണ്, എന്തമ്മയാണ്, എന്ത് ചെയ്തു നിങ്ങൾ എന്ന് ചോദിക്കാൻ അവസരം ഒരുക്കരുത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇവിടെയുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്. അത് ചെയ്താൽ നാളെ നിങ്ങളുടെ തലമുറകള് നിങ്ങളെ പറ്റി അഭിമാനിക്കും, നിങ്ങളെ പറ്റി അഭിമാനിക്കും. അത് ചെയ്തിട്ട് തോറ്റോട്ടെ, അത് ചെയ്തിട്ട് തോറ്റോട്ടെ. നാളെ പറയില്ല എന്റെ അച്ഛൻ അത് ചെയ്യാതെയല്ല, എന്റെ അമ്മ അത് ചെയ്യാതെയല്ല പ്രയത്നിച്ചു, പക്ഷെ തോറ്റതാണ്. സുഹൃത്തുക്കളെ, ആമ ചെയ്യുന്ന 3 മിനിറ്റെങ്കിലും ഒരു ദിവസം RCMനെ പറ്റി 3 മിനിറ്റ് ചിന്തിച്ചാൽ അവൻ RCMല് എന്താവാം, മിനിമം ഒരു പേളച്ചിവറാവാം. അതുകൊണ്ട് RCM കയ്യിൽ കിട്ടിയിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ എല്ലാവർക്കും പറ്റും. എന്തെങ്കിലും ചെയ്യാൻ ജീവിതത്തിൽ നേട്ടം ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് ചെയ്യുന്നവർക്ക് RCMലൂടെ നേട്ടമുണ്ടാവും. ആ നേട്ടം ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ. ഓരോരുത്തരെടുക്കുന്ന തീരുമാനമാവട്ടെ. പുച്ഛിക്കാനും കളിയാക്കാനും ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. വിജയത്തിന്റെ താക്കോല് അവരെ കയ്യിൽ കൊടുക്കാതെ വിജയത്തിന്റെ താക്കോല് പിടിച്ചു വാങ്ങി വിജയിക്കാൻ തയ്യാറുള്ള ആളുകളായിട്ട് മാറി ആർജവത്തോടെ വിജയിക്കാൻ, തലയെടുപ്പോടെ വിജയിക്കാൻ ഒരു പ്രസ്ഥാനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ അവിടെ കരഞ്ഞും കണ്ണീര് വാർത്തും ഈ ജീവിതം കഴിച്ചാൽ ദൈവം പോലും പൊറുക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും RCMലൂടെ വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തട്ടെ. ജയ് RCM, ഗുഡ് RCM.